തുരുത്തി മുസ്ലിം ജമാഅത്ത് അംഗണത്തിൽ തന്നെ നമസ്കാരത്തിന് എത്തിച്ചേർന്നതെന്ന് കൃത്യം 8:30 തന്നെ തുടങ്ങും. എത്തിച്ചേർന്നതെന്ന് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. കൃത്യം 8:30ക്കാണ് നമസ്കാരം. 8:30 എന്ന് പറഞ്ഞാൽ 8:30 ഓടിച്ചാടി വരരുത്. നേരത്തെ തക്ബീർ ധ്വനികളും സ്വഭയശേഷം തുടങ്ങിയത് പറയേണ്ടതെന്ന് ഉസ്താദ് പറയുന്നു. അപ്പൊ പരമാവധി നേരത്തെ തന്നെ, ചിലപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായിരിക്കാം, നേരത്തെ തന്നെ പള്ളി അംഗണത്തിലേക്ക് എത്തിച്ചേരണം. അതോടൊപ്പം വിട്ടുപോകേണ്ട നമ്മുടെ ജൂലൈ 5, 6 തീയതികളിൽ ഓർക്കുളം മഹലിലെ ഒരു മദ്രസ പുനർനിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ജൂലൈ 5 തീയതി എത്തിച്ചേരും. 5, 6 അവിടെ പരിപാടി. മുഴുവൻ ജമാഅത്തിലെ അംഗങ്ങളും ആ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിക്കണമെന്ന് ജമാഅത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വളരെ പ്രധാനമായിട്ട് ഈ മജ്‌ലിസുൻ നൂറിലേക്ക് ഇവിടെ നമ്മുടെ ദർശനം തനിമൊന്നുമില്ല, മദ്രസയിൽ ഉസ്താദുമാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മഹല്ലുകളിലെയും ഇമാമികൾ, ഉസ്താദുമാർ ഈ ജമാഅത്ത് അംഗണത്തിലേക്ക് എത്തിച്ചേരണം. കൃത്യം അസ്ർ നിസ്കാരം, അസ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് തിരിച്ചു പോകാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ മഹല്ലിലെ ഇമാമികളും ഇവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ വളരെ ഒരു നോട്ടീസ് നിങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ ചന്തേര പോലീസ് സ്റ്റേഷനിലേതാണ്. അത് അങ്ങനെ തന്നെ വായിക്കേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ പ്രാധാന്യം ഒന്നുകൂടി നമ്മുടെ ജമാഅത്തും നമ്മുടെ മുസ്ലിം കൗമുകളും ഒന്ന് ഉത്ഭുതരാകുകയും ത്യാഗത്തിന്റെയും നൊമ്പരത്തിന്റെയും സ്മരണ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ റമസാൻ മാസം കടന്നു പോവുകയായി. ചന്ദേര പോലീസ് സ്റ്റേഷന്റെ വാക്കുകളാണ്. പുതിയ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് വിശുദ്ധ ശവ്വാൽ മാസപ്പിറവി അടുത്തിരിക്കുകയാണ്. ശവ്വാൽ മാസപ്പിറവിയെ വരവേൽക്കാനായി നാടും നഗരവും ഒരുങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുണ്യപാവനമായ വ്രതശുദ്ധിയെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ നമ്മുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് പോലീസ് സ്റ്റേഷനാണ് അഭ്യർത്ഥിക്കുന്നത്. ഖേദകരമാണ്. ഈദുൽ ഫിത്ർ ആഘോഷ വേളയിൽ തികച്ചും നമ്മുടെ സംസ്കാരത്തിനും അന്തസ്സിനും ചേർന്ന തരത്തിലും സഹജീവി സ്നേഹത്തോടു കൂടിയും ആഘോഷം മാതൃകാപരമായി നടത്തണമെന്നും ആഘോഷങ്ങളുടെ മറവിൽ അക്രമ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാനും നമ്മുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തടയാനും എല്ലാവരും ജാഗ്രത പുലർത്തണം. ആഘോഷങ്ങളുടെ ഭാഗമായി ബൈക്ക് റേസ്, പടക്കം പൊട്ടിക്കൽ എന്നിവ യാതൊരു കാരണവശാലും നടത്തരുതെന്നും സാമൂഹ്യ ദ്രോഹികൾക്ക് അഴിഞ്ഞാടാനുള്ള വേദിയായി മാറ്റാനുള്ള നമ്മുടെ ആഘോഷവേളകൾ എന്നും അതിനായി കരുതലോടും ജാഗ്രതയോടും കൂടി പ്രവർത്തിക്കണമെന്നും നന്മയുടെയും സഹാനുഭൂതിയുടെയും ആഘോഷമായി മാറട്ടെ ഈ പെരുന്നാൾ ദിനം എന്നും ആശംസിക്കുന്നു. അതുകൊണ്ട് നിറഞ്ഞ യുവാക്കളോട് പ്രത്യേകിച്ച് ഇക്കാര്യം ജമാഅത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പെരുന്നാൾ നമസ്കാരം കൃത്യം 8:30 തന്നെ തുടങ്ങും. എല്ലാവരും പരമാവധി ജമാഅത്ത് അംഗണത്തിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ കഴിഞ്ഞ തവണ നമ്മുടെ ഇവിടെ സേവനം അനുഷ്ഠിച്ച ഉസ്താദ് നമ്മൾ കാണാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാതെ ആരും പോകരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامة
الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. صدق الله العلي العظيم. وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു നമ്മുടെ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റുകളില്ലാതെ പാപങ്ങളില്ലാതെ മുക്തരായി ജീവിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമളാൻ കഴിയുമ്പോഴേക്കും പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയും റമളാൻ അതിന്റെ മഹത്വം ലഭിക്കുകയും ചെയ്യുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തും അവന്റെ മഗ്ഫിറത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ റമളാൻ കടന്നുപോവുകയും പെരുന്നാളിനെ സ്വീകരിക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പരിശുദ്ധമായ റമളാനിന്റെ വളരെ മഹത്വമുള്ള പവിത്രത ഏറിയ ഒരുപാട് ദിവസങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. 27 കഴിഞ്ഞാൽ പിന്നെ റമളാൻ കഴിഞ്ഞു എന്ന ചിന്താഗതി നമ്മുടെ പല ആളുകൾക്കും കുറച്ചുകൂടി റമളാൻ കഴിഞ്ഞാൽ പിന്നെ 27 കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റമളാൻ കഴിഞ്ഞതുപോലെയാണ് പല ആളുകളുടെയും ചിന്താഗതി. എങ്ങനെയാണ്? റമളാനിന്റെ 27ാമത്തെ രാത്രി ഒന്ന് അധ്വാനിക്കുകയും ഉറപ്പൊഴിച്ചിട്ട് പള്ളിയിൽ വെച്ച് ഹയാത്താക്കുകയും ചെയ്യുകയും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്വാർത്ഥമായ പെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നതാണ് പൊതുവെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മഹാന്മാരായ ആളുകൾ ഈ മഹത്വമേറിയ 27 ശേഷമുള്ള ദിവസത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പെരുന്നാളിന് പോലും ആഘോഷിക്കാൻ നമ്മൾക്ക് വകയില്ല എന്ന് മനസ്സിലാക്കും. പെരുന്നാളിന് പോലും ആഘോഷിക്കാനുള്ള ഒരവസരം നമ്മൾക്കില്ല എന്ന് മനസ്സിലാക്കും. മഹാനായ ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കരയുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന വഫാത്തിന്റെ സമയത്തോട് അടുത്തപ്പോഴാണ് അദ്ദേഹം കരയാൻ തുടങ്ങിയത്. അപ്പോഴാണ് ആളുകൾ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ദുനിയാവിനോടുള്ള താല്പര്യം കൊണ്ടല്ല ഞാൻ കരഞ്ഞത്. ഇരിക്കുന്ന സമയത്ത് റൂഹ് അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത്, ലോകത്തോട് വിട പറയുന്ന സമയത്ത് കരയുമ്പോഴാണ് പറയുന്നത്, ഞാൻ ദുനിയാവിനോടുള്ള താല്പര്യം കൊണ്ടല്ല കരയുന്നത്. ശക്തമായ ചൂടുള്ള നട്ടുച്ചകളിൽ അല്ലാഹുവിന് വേണ്ടി ദാഹം സഹിക്കാൻ എനിക്ക് കഴിയൂലല്ലോ. മരിക്കുമ്പോൾ എന്റെ വിഷമം അതാണ്.
ഒരു മനുഷ്യൻ മരണം വരെയാണ് അമല് ചെയ്യുക. മരണത്തിന് ശേഷം അവർക്ക് അമല് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെ പോലെയുള്ള മക്കൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്ത് ഹദിയ ചെയ്താൽ അതുകൊണ്ട് അവർ രക്ഷപ്പെടും എന്നല്ലാതെ അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന അമല് അവരുടെ ജീവിതകാലത്ത് അവർ ചെയ്തതാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അമല് ചെയ്യാൻ പറ്റില്ല. അവന് നല്ല മക്കളുണ്ട്, സ്വാലിഹീങ്ങളായ അല്ലാഹുവിനെ പോലെയുള്ള നല്ല സച്ചരിതരായ മക്കളെ വളർത്തി അവരെ പരിപാലിച്ച് എന്നിട്ടാണ് മാതാപിതാക്കൾ ലോകത്തോട് വിട പറഞ്ഞു പോയതെങ്കിൽ ഈ മക്കൾ ചെയ്യുന്ന നന്മകളും അവരുടെ ഖബറിലേക്ക് കടന്നു വരും എന്നതിൽ സംശയങ്ങളില്ല. അപ്പോ ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് ഇദ്ദേഹത്തിനുണ്ടായ വിഷമം, ഇനി എനിക്ക് നട്ടുച്ചകളിൽ നോമ്പെടുക്കാൻ പറ്റൂലല്ലോ. നമ്മൾക്ക് പരിശുദ്ധമായ റമദാൻ മാസം മഴക്കാലത്ത് വരുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളാണ് നമ്മൾ. ദാഹം ഉണ്ടാവില്ലല്ലോ, വെള്ളം കുടിക്കാൻ അങ്ങനെ തോന്നൽ പോലും നമ്മൾക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം മഴക്കാലത്ത് ആരും വെള്ളം കുടിക്കാൻ മുമ്പ് അല്ലെങ്കിലും വെള്ളം കുടിക്കൂലല്ലോ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും മഴക്കാലത്ത് റമദാൻ വരാനാണ്. പഠിച്ചോനെ ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ ഈ മാസത്തില് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലായിരിക്കും റമദാൻ വരാൻ എന്നതിനെ ഓർത്തിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ വ്യാകുലപ്പെടുക. പക്ഷേ മഹാന്മാരായ ആളുകൾ വഫാത്താകുന്ന സമയത്ത് വേദനയോടെ കരയാൻ കാരണം, ഇനി എനിക്ക് നട്ടുച്ചകളിൽ ശക്തമായ ചൂടുള്ള ആ നട്ടുച്ചകളിൽ അല്ലാഹുവിനെ നോമ്പെടുത്തുകൊണ്ട് ദാഹിക്കാൻ പറ്റൂലല്ലോ. അതിലവർക്കൊരു മാധുര്യം ലഭിച്ചിരുന്നു, നമ്മൾക്കത് ലഭിച്ചിട്ടില്ല. ശൈത്യകാലങ്ങളിൽ നല്ല തണുപ്പുള്ള നരം കൊച്ചുന്ന തണുപ്പുള്ള രാത്രികളിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. രാത്രി ഉറക്കൊഴിച്ച് 3 മണിക്കും 4 മണിക്കും എണീറ്റ് ആ തണുത്ത വെള്ളത്തിൽ വുളൂ ചെയ്യുമ്പോൾ ശരീരം ഒന്ന് വിറച്ചു പോകും, പല്ലൊക്കെ നാവൊക്കെ ഇങ്ങനെ വിറച്ചു പോകും. തണുത്ത വെള്ളത്തും ശക്തമായ തണുപ്പുള്ള രാത്രികളിൽ തണുപ്പുള്ള വെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ വല്ലാത്ത പ്രയാസമാകും. അതുകൊണ്ട് കുളിക്കാതെ നിസ്കരിക്കാതെ വരുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് AC സംവിധാനങ്ങൾ, നമ്മുടെ AC ഓൺ ചെയ്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പ്രഭാത സമയങ്ങളിൽ നിർബന്ധമായും കുളിക്കേണ്ട ആളുകൾ പക്ഷേ ആ തണുപ്പത്ത് ഉണരാനുള്ള മടി കൊണ്ട് ഉണരാതെ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളുകൾ ഇല്ലേ? സ്വയം വിലയിരുത്തിയാൽ മതി. ആരും മുട്ടും നോക്കണ്ട, ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തിയാൽ മതി. മിക്കവാറും വീടുകളിൽ AC ഉണ്ട്, AC ഇല്ലാതെ നമ്മൾക്കൊന്നും ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഏതായാലും അങ്ങനെ ശീലീകരിച്ച് നല്ല ഹൈ ടെമ്പറേച്ചറിലും പിന്നെ ശക്തമായ നല്ല തണുപ്പിച്ചിട്ട് നമ്മുടെ ബ്ലാങ്കറ്റിനകത്ത് കിടന്നുറങ്ങും. രാവിലെ മുട്ടിയാൽ പോലും അറിഞ്ഞാൽ പോലും വാതിൽ മുട്ടുന്നത് കേട്ടാൽ പോലും ആകിന്റെ വിളി കേട്ടാൽ പോലും ഇനി ബാത്റൂമിൽ ചെന്ന് കുളിക്കുന്നതിന് ഓർക്കുമ്പോൾ പലർക്കും വിഷമം അവിടെ തന്നെ കിടന്നുറങ്ങും. പക്ഷേ ഹീറ്ററൊക്കെ എന്നാലും പഠിച്ച് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ ശൈത്യകാലങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി തണുപ്പ് സഹിച്ചിട്ട് വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആ ഒരു മാധുര്യം മരിച്ചാൽ എനിക്ക് കിട്ടൂലല്ലോ എന്ന് ഓർത്തിട്ടാണ് അവരുടെ വിഷമം. وقال الحسن رحمه الله معناه حسن رضي الله عنه പറയുന്നുണ്ട്, إن الله جعل شهر رمضان مضمارا لخلقه يستبقون فيه بطاعته إلى مرضاته. الله تعالى മനുഷ്യന്മാർക്ക് അവന്റെ ദോഷങ്ങളെ കരിച്ചു കളയാനും അവന്റെ പാപങ്ങളിൽ നിന്ന് മോചനം തേടാനും നൽകിയ അവസരമാണ് പരിശുദ്ധമായ റമദാൻ എന്നുള്ളത്. അല്ലാഹുവിലേക്ക് അല്ലാഹുവിന്റെ അടിമകൾ മത്സരിക്കുന്ന മാസമാണിത്. നിങ്ങളുടെ മത്സരത്തിലേക്ക് അല്ലാഹു നോക്കുമെന്നാണ്. പരസ്പരം മത്സരിക്കുന്നത് പൈസ ഉണ്ടാക്കാനുള്ള മത്സരമല്ല, വീടിന്റെ വലിപ്പത്തിന്റെ മത്സരമല്ല. മത്സരം നന്മ ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ മാത്സര്യ ബുദ്ധി അല്ലാഹു നോക്കും. പരിശുദ്ധമായ റമദാനിൽ മത്സരിച്ച് സ്വതക കൊടുക്കുന്നത്, മത്സരിച്ച് ഖുർആൻ ഓതുന്നത്, മത്സരിച്ച് നിസ്കരിക്കുന്നത്, മത്സരിച്ച് നന്മകൾ ചെയ്യുന്നത്, ഇത് അല്ലാഹു നോക്കിക്കൊണ്ടേയിരിക്കും പരിശുദ്ധമായ റമദാൻ മാസം. അപ്പോ മത്സരിക്കേണ്ട മാസമാണ്. അങ്ങനെ ചില ആളുകൾ നന്നായി അമൽ ചെയ്തു, ചില ആളുകൾ നന്നായി മത്സരിക്കുകയും അവർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചില ആളുകൾ തീരെ നന്മ ചെയ്യാതെ എല്ലാ മാസവും നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. പ്രത്യേകമായിട്ട് റമദാനിൽ ഒരു ഖുർആനിനോടോ സ്വതക്കയോടോ നന്മകളോടോ ഒരു താല്പര്യം പോലില്ലാതെ
സാധാ എല്ലാ മാസങ്ങളിലും ഉള്ളതുപോലെ റമദാനിനെ കണ്ട ആളുകളുണ്ട്. ചില ആളുകൾ ഇതിന് പ്രാധാന്യം നൽകിയില്ല, അവരത് കാരണത്താൽ പരാജയപ്പെട്ടു പോയി. അത്ഭുതം അതല്ല, നന്മ ചെയ്യാത്ത ആളുകൾ പരാജയപ്പെടുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. നന്മ മാത്രം ചെയ്ത ആളുകൾ വിജയിക്കുന്ന ദിവസമാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. പെരുന്നാളിൽ കളിക്കുകയും ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സമീപത്തേക്കാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ഈ ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അവരോട് പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ ചിരി കാണുമ്പോൾ, നിങ്ങളുടെ ആഹ്ലാദം കാണുമ്പോൾ, നിങ്ങളുടെ അത്ഭുതം, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാണ്. നന്മ ചെയ്തവർ വിജയിക്കുകയും തിന്മ ചെയ്തവർ പരാജയപ്പെടുകയും ചെയ്യുന്ന ഈ ദിവസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചിരിക്കുക? പിന്നെ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. നമ്മൾ ചിരിക്കുന്നു, ആഹ്ലാദിക്കുന്നു എന്നത് ഏറ്റവും ഒരു വലിയ വ്യക്തമായ, ഏറ്റവും വളരെ പ്രധാനമായ ഉദാഹരണമാണ് നമ്മുടെ അഷ്റഫിലൂടെ വായിച്ചത്. പോലീസുകാർ എല്ലാ പെരുന്നാളും പേടിച്ചു പോകാൻ. പോലീസുകാർക്ക് പേടി നമ്മുടെ പെരുന്നാളിൽ, പോലീസുകാർക്ക് നമ്മുടെ പെരുന്നാളിന് പേടിക്കാൻ. മറ്റുള്ള മതസമൂഹങ്ങളുടെ ആഘോഷങ്ങളിൽ അവർക്ക് പേടിയില്ല, അവരൊക്കെ മാന്യന്മാരാണ്. നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസം 30 നോമ്പെടുത്തിട്ട് ധാർമ്മികതയോട് തീരെ യോജിക്കാത്ത, ധാർമ്മികമായ മാന്യതയ്ക്ക് നിരക്കാത്ത, സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങൾ പെരുന്നാളിൽ നമ്മുടെ മക്കൾ കാഴ്ചവെക്കുന്നുണ്ടോ എന്നതിൽ വളരെ വിഷമമുണ്ട്. ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല. എന്താവർത്തിക്കാൻ പാടില്ല? പോലീസുകാരിനി അടുത്ത പെരുന്നാളാകുമ്പോൾ വീണ്ടും ഈ സന്ദേശവുമായി വരാൻ പാടില്ല. ഇത് അപമാനമാണ്, നമ്മുടെ ദീനിന് നാണക്കേടാണ്. മുസ്ലിമീങ്ങൾക്ക് ഇത് വേദനിപ്പിക്കുന്ന വാർത്തയാണ്. പ്രത്യേകിച്ചിട്ട് ദീനിനെ സ്നേഹിക്കുന്ന, മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവിനെ പേടിയുള്ള ആളുകൾക്ക് ഇത് വളരെ ഒരു വേദനിപ്പിക്കുന്ന ദയനീയമായ അവസ്ഥയാണ്. ഓരോ പെരുന്നാൾ വരുമ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പള്ളിയുടെ ഇമാമിനും പള്ളിയുടെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾക്കും ഒരു കത്തെഴുതാൻ ചെറുപ്പക്കാരോട് സംയമനം പാലിക്കാൻ പറയണം. യുദ്ധത്തിന് പോകുന്നല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നിങ്ങൾ ഇതിൽ പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വൾഗറായി സ്വഭാവമുള്ള ആളുകൾ ഇല്ല എന്നതാണ് ഈ 3 വർഷക്കാലത്തെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത്. ഞാൻ കണ്ടിട്ടില്ല, വേറെ വിഷയമാണ്. ഒരു ചെറുപ്പക്കാരെ ഇന്ന് വരെ കാണാത്ത ചെറുപ്പക്കാരെ കണ്ട് 3 വർഷമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, 15 മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു ന്യൂജൻ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ല, കാണാറില്ല. പിന്നെ ഒരു 25-ന് മുകളിലുള്ള ചെറുപ്പക്കാരൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാറുണ്ട്. ഇന്നും ഇപ്പൊ പറയുമ്പോൾ അവരുണ്ടാവില്ല, ഒരുപക്ഷെ സ്കൂളിലായിരിക്കും, ഒരുപക്ഷെ പുറത്തായിരിക്കും. പൊതുവെ നമ്മുടെ വാദങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്താത്തതിന്റെ പ്രധാന ഘടകം അത് കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഈ വയസ്സന്മാരായ ആളുകളൊന്നും ബൈക്ക് റേസ് നടത്താനോ ഹോണടിക്കാനൊന്നും പോകുന്നു എനിക്കൊരു ചിന്ത, ഒരു ചിന്ത എനിക്ക്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങളൊക്കെ ഇനി പെരുന്നാളാകുമ്പോൾ നല്ല ബുള്ളറ്റ് എടുത്ത്, കാർ എടുത്ത്, പാട്ടും മ്യൂസിക്കൊക്കെ വെച്ചിട്ട് റേസിംഗ് നടത്തുന്നുള്ള ചിന്ത എനിക്കില്ല. പക്ഷേ ഇത് ചെയ്യുന്നത് 15-ന്റെയും 25-ന്റെയും ഇടയിലുള്ള ആ ക്വസ്റ്റ്യനിങ് ടൈം ഉണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരു ഘട്ടമാണ്, ക്വസ്റ്റ്യനിങ് ടൈമാണ് 15 മുതൽ 25 വരെ. എന്ത് കണ്ടാലും ചോദിക്കാനും, ആളുകളെ ഞെട്ടിക്കാനും, പഠിപ്പിക്കാനും ചുറുചുറുപ്പുള്ള ആ ഒരു യൗവനം, ആ ഒരു അവരെ വേലൊക്കെ കിടക്കേണ്ടത്. പക്ഷെ പൊതുവെയുള്ള സദസ്സുകളിൽ അവരെ കാണാൻ വളരെ കുറവാണ്. ഞാൻ അവരെ കുറിച്ച് പറയില്ല. ആ ഒരു വിഷയത്തിൽ ഞാൻ പൂർണ്ണമായും പഴിചാരുന്നത് പാരന്റ്സിനെയാണ്, രക്ഷിതാക്കളാണ്. അതിന് പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ടോർച്ചും പിടിച്ചു പോകുന്നതിന് പകരം നിങ്ങളുടെ മക്കളെയും കൂട്ടി അതിന് പോകുമ്പോൾ നിങ്ങളുടെ ധാർമ്മികമായ ബാധ്യതയാണ്. ഉമ്മമാരെയാണ് ഈ വിഷയത്തിൽ. ഉപ്പമാരെ പക്ഷേ നിയന്ത്രിക്കാൻ ഉമ്മമാർക്ക് സാധിച്ചു എന്ന് വരില്ല. ഉപ്പമാർക്കൊന്നും നിയന്ത്രിക്കാൻ സാധിക്കൂലേ? ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മക്കളെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് പറ്റൂലേ? അതിന്റെ സദസ്സുകൾ നിറയേണ്ടത് അവരെ കൊണ്ടാണ്. നിങ്ങളൊന്നും തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ചെറിയ ദോഷങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വരും തന്നെ. പക്ഷേ ഇങ്ങനെയുള്ള ആഭാസങ്ങൾ, സമുദായത്തെ ദീനിനെ പറയിപ്പിക്കുന്ന രീതിയിലുള്ള വികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ കാഴ്ചവെക്കുന്നുള്ളൊരു ചിന്ത എനിക്കില്ല. പക്ഷെ നമ്മുടെ 15-ന്റെയും 25-ന്റെയും ഇടയിലുള്ള മക്കൾ അവർ അപകടം ചെലുത്തുന്നുണ്ട്, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ഒരു മോതിരവും മരിച്ചുപോയ ഭർത്താവിന്റെ കബറിടത്തിലേക്ക് വേണ്ടി ഒരു സഹോദരി ഹദിയ ചെയ്തിട്ടുണ്ട്. അള്ളാഹു റഹ്മായ പ്രതിഫലം നൽകുകയും ആ മരിച്ചുപോയ ഭർത്താവിന്റെ കബറിടം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആ സഹോദരിക്ക് ഈമാൻ സലാമത്തായി മരിക്കാനും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ.
വേറൊരു സന്തോഷിപ്പിക്കുന്ന വേറൊരു സ്വതക്കയാണ് ഈ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥിനി മദ്രസയിൽ നിന്നും സമ്മാനമായി ലഭിച്ച സ്വർണം മദ്രസ പണിയുന്നതിന് വേണ്ടി നൽകുന്നു. ഈമാൻ സലാമത്തായി മരിക്കുന്നതിന് വേണ്ടി പരലോക വിജയത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ആ സഹോദരിക്ക് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പരലോക വിജയം അല്ലാഹു നൽകട്ടെ. സ്വാലിഹായ ഭർത്താവിന് അല്ലാഹു നൽകട്ടെ. കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു നൽകട്ടെ. അപ്പോൾ ഇതിന്റെ ഒരു സന്തോഷം നൽകുന്ന ഒരു സഹായമാണ്. കാരണം +2 കഴിഞ്ഞ് സമ്മാനമായി കിട്ടിയ ഒരു കോയിൻ അത് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി മദ്രസയുടെ ബിൽഡിംഗ് നിർമ്മാണത്തിന് വേണ്ടി സമ്മാനം സദഖ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു സന്മനസ് കൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരി അല്ലാഹു സ്വീകരിക്കട്ടെ. അതേപോലെ സ്വർണ്ണം അതിരുന്ന സഹോദരി അല്ലാഹു അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയും സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാതർക്ക നമ്മൾ പറഞ്ഞു വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ സഹായിക്കുന്ന വിഷയത്തിൽ നമ്മൾ എല്ലാവരും ജാഗരൂകരായി ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് മാന്യമായ രീതിയിൽ സഹായിക്കണം. ഏകദേശം നല്ലൊരു എമൗണ്ട് ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ കൊറൈക്കയുടെ കയ്യിൽ ബാക്കിയുള്ള എമൗണ്ടും കൂടി നിങ്ങൾക്ക് ഏൽപ്പിച്ച് ക്ലബുകളൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ച് ഇന്ന് വൈകുന്നേരം തന്നെ അത് എത്തിക്കാനുള്ള പ്ലാനാണ്. ഇനി ആരെങ്കിലും പേഴ്സണലായിട്ട് പോയിട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അത് ഏൽപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോ അസർ കഴിഞ്ഞ ഉടനെ ഈ സംഖ്യയുമായിട്ട് നമ്മുടെ പത്രക്കാരുടെ അടുത്ത് പോകുന്നവർക്ക് കൊടുക്കും. അപ്പോൾ കൊടുക്കാൻ ഇനി ബാക്കിയുള്ള ആളുകൾ കൊടുക്കാം. കുറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. മാന്യമായ രീതിയിൽ തന്നെ കൊടുക്കാം. മിനിമം 1000-500 വെച്ച് ഒരാളുകൾ കൊടുത്താൽ തന്നെ ബാക്കി ചികിത്സയുടെ ആവശ്യമായ ചെലവിന് ആവശ്യമായ തുക അദ്ദേഹത്തിന് ലഭിക്കും. അത് മാത്രമല്ല ആൺകുട്ടികളില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. നാട്ടുകാരായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യനാണ്. 4 പെൺമക്കളാണ്. ആവശ്യത്തിലൊക്കെ സഹായിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യ കൂടി രോഗിയാണ്. അല്ലാഹു പൂർണ്ണമായ ശിഫയും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. ആഫിയത്തോടെ നമ്മുടെ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാദങ്ങൾ പൂർണ്ണമായും കേൾക്കേണ്ടത് ഈ 15-ന്റെയും 25-ന്റെയും ഇടയിലുള്ള മക്കളാണ്. ഇപ്പൊ കൈവക്കാൻ പറഞ്ഞ എത്ര ആളുകൾ 15-ന്റെ 25-ന്റെ ഇടയിലുള്ള ആളുകൾ നമ്മുടെ പള്ളിയിൽ 15 ചെറുപ്പക്കാരുള്ള നമ്മുടെ നാട്ടിലാകെ 15-25 ഇവിടെയുള്ള ആളുകൾ 15 ആളുകൾ. അപ്പോ ഇവരാണ് ഈ വാദം കേൾക്കേണ്ടത്. ഇവർക്ക് വാദം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ എല്ലാവരും ചെറുപ്പത്തില് അടിച്ചു പൊളിക്കാനുള്ള ചിന്തയോടെ ജീവിക്കുക. ശിവനെ നിയന്ത്രിക്കേണ്ട ബാധ്യതയാണ് ഉപ്പമാർ. മാതാപിതാക്കൾക്ക് അവങ്ങളുടെ ബാധ്യതയാണ്. ഉപ്പയാവാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്താ ഉപ്പമാവാൻ വലിയ പണിയുണ്ട്. ഞാൻ നിനക്ക് കെട്ടിച്ചു തന്നു, ഞാൻ സ്വീകരിച്ചു. ഒരാടോ ഒരു കോഴി എന്തെങ്കിലും അർത്ഥ കൊടുത്തു ഉപ്പാവാനുള്ള യോഗ്യത. പക്ഷെ അവരെ കുറിച്ച് ഉപ്പ എന്ന് പറയാൻ പറ്റില്ല. ഉപ്പ എന്ന് പറയുന്നത് ആരെയാണ്? ആഖിറത്തിലും ഒരു ഉപ്പയായി, സ്വർഗീയ ലോകത്തും ഒരു ഉപ്പയായി അള്ളാഹു സ്വീകരിക്കുന്ന മാതാപിതാക്കൾ മക്കളെ സ്വാലിഹാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഉപ്പമാരാണ്. ഞാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും ഉപ്പമാർ ആവശ്യമില്ല. സ്കൂളിന്റെ ഫീസ് കെട്ടാനും ഉപ്പമാർ ആവശ്യമില്ല. അങ്ങനെ മരിച്ചുപോയവരുടെ റിലീഫ് പ്രവർത്തനം ഇഷ്ടം പോലെ ഓരോ ക്ലബ് ഓരോ ആളുകൾ ഏറ്റെടുത്ത് അവർ നോക്കിക്കോളും. ഉപ്പയുടെയും ഉമ്മയുടെയും ബാധ്യത ഭക്ഷണം കൊടുക്കലില്ല, ചോറ് കൊടുക്കലില്ല, സ്കൂളിന്റെ ഫീസ് കെട്ടലില്ല, കുപ്പായം വാങ്ങിച്ചു കൊടുക്കലില്ല. അത് റിലീഫ് പ്രവർത്തകർ ചെയ്യും. അത് പള്ളി കമ്മിറ്റി ആരുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യും. ഇപ്പോൾ എത്തിമക്കളൊന്നും ഇവിടെ ജീവിക്കുന്നില്ലേ? എത്തിമക്കളൊന്നും ഇവിടെ പഠിച്ചിട്ടില്ലേ? അവരൊന്നും ഇവിടെ കുപ്പായം ധരിക്കുന്നില്ല. പക്ഷേ ഉപ്പയുടെയും ഉമ്മയുടെയും ബാധ്യത എന്നത് മക്കൾക്ക് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാനാണ്, ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ബാധ്യത തന്നെ. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റേ. അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അപ്പൊ എങ്ങനെ ഈ ദീൻ പഠിപ്പിക്കാം? ഒരു 21 വയസ്സ് വരെയെങ്കിലും അവരുടെ കൂടെ നമ്മൾ കാണും. 7 വയസ്സ് വരെ പഠിക്കണമെന്നും 7 വയസ്സ് കഴിഞ്ഞാൽ 14 വയസ്സ് വരെ സംസ്കാരവും മതവും ദീനും ചിട്ടയും പഠിപ്പിക്കേണ്ട സമയമാണെന്നും അത് കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തിയാൽ പിന്നെ അവരെ വിടണ്ട, പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട. അവരുടെ കൂടെ ഒരു ചങ്ങാതിയെ പോലെ വരുന്ന അവരുടെ നീക്കുപോക്കുകൾ ശ്രദ്ധിച്ച് അവരെ ഒന്ന് വീക്ഷിച്ച് അവരെ ഒന്ന് പ്രത്യേകമായി പരിഗണിച്ച് ഒരു 21 വയസ്സ് വരെ ഇതുവരെ നോക്കണം. പിന്നെ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞു, പിന്നെ അവരെ വിട്ടുകൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
ഒരു 15-21 വയസ്സ് വരെ നമ്മൾ കൈ പിടിച്ചിട്ട് പ്രാർത്ഥന സദസ്സിൽ വരേണ്ടി വരും, പള്ളിക്ക് വരേണ്ടി വരും, കൊണ്ടുവരേണ്ടി വരും. അപ്പോ ഈ പെരുന്നാളിന്റെ ദിവസങ്ങളിലും റബീഉൽ അവ്വലായാലും എന്ത് ആഘോഷങ്ങളിലും ഈ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഈ ഒരു കാലയളവിലുള്ള ചെറുപ്പക്കാരാണ്. 15-ന്റെയും 25-ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരാണ്. അവരോട് പ്രത്യേകമായി പറയാനുള്ളത് ഈ യുവത്വമൊക്കെ രക്ഷിക്കാൻ പോവാണ്. അത് കിഡ്നി തകരാറായി, പുതിയൊരു കിഡ്നി വെച്ച് വീണ്ടും അത് തകരാറായി, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ജലീൽ എന്ന് പറയുന്ന അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ, പൂർണ്ണമായ ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ആ ഒരു ജലീലിന് മാത്രമുള്ളതല്ല, നമ്മൾക്കും ഇതുപോലെയുള്ള അപകടങ്ങൾ വരാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ വിജയിച്ചപ്പോൾ ഇന്ത്യക്ക് മുർദാബാദ് വിളിച്ചു, പാകിസ്ഥാനിന് സിന്ദാബാദ് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പത്രങ്ങളിലൂടെ വാർത്തകളും ചില കേസുകളൊക്കെ കാണാനിടയായി. അല്ലാഹു അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നറിയില്ല. എന്തായാലും ഇന്ത്യക്കെതിരെ മുർദാബാദ് വിളിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ്. ഒരിക്കലും അത് അംഗീകരിക്കാനും ന്യായീകരിക്കാനും പറ്റാത്ത വിഷയം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നത് വേറെ വിഷയം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ അറിയാൻ പഠിച്ചപ്പോൾ മനസ്സിലാവാൻ സാധിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്കെതിരെ മുർദാബാദ് വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുസ്ലിമാണ്. പാകിസ്ഥാൻ നമ്മൾക്ക് എന്ത് ബന്ധമാണ് പാകിസ്ഥാനായിട്ടുള്ളത്? കളി കാണുന്നോ ഇല്ലേ എന്നതല്ല, ആര് വിജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതല്ല. പാകിസ്ഥാൻ നമ്മൾ എന്ത് ബന്ധമാണ്? നമ്മൾ ഇന്ത്യയോട് കടപ്പെട്ട ആളുകളാണ്. ഏത് നിലക്കും ഇന്ത്യയുമായിട്ട് കടപ്പെട്ട ആളുകളാണ്. നമ്മൾ താമസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തോട് കൂറ് പുലർത്തേണ്ട ആളുകളാണ് നമ്മളൊക്കെ. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം. വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ടും അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടും വാദിക്കുകയും അവരുടെ പതാകകൾ, അവരുടെ ഫ്ലക്സുകൾ, അവരുടെ ഓരോ രീതിയിലുള്ള അവരുടെ രാജ്യത്തെ പുകഴ്ത്തുമാർ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തുമാറുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന വിഷയം. കളി കാണുന്നതിന്റെ വേറെ വിഷയം. ഇത് കണ്ടിട്ട് ആവശ്യമില്ലാത്ത വാദങ്ങളും സംവാദങ്ങളും നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അല്പം കൂടി സൂക്ഷ്മത പുലർത്തുന്നത് നല്ലതാണ്. അല്ലാഹു നമ്മെ കാക്കട്ടെ. പ്രത്യേകിച്ചിട്ട് ഫാസിസ്റ്റിന്റെ കയ്യിൽ നമ്മുടെ രാജ്യം പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അബദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ, ചിന്തിക്കാത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകം മാറി നിൽക്കണം. അല്ലാഹു ബോധം നൽകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, പരിശുദ്ധമായ പെരുന്നാൾ എന്നുള്ളത് ആഘോഷിക്കാനുള്ളതല്ല. സന്തോഷിക്കണം, ഹലാലായ രീതിയിലുള്ള സന്തോഷം കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾക്ക് സന്തോഷിക്കാൻ പറ്റുക? നമ്മൾ ഈ പരിശുദ്ധമായ റമദാനിൽ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ആഘോഷിക്കാൻ പറ്റൂല. കാരണം പരിശുദ്ധ റമദാൻ സ്വീകാര്യമാണോ അല്ലേ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ ഒരു ദിവസം മതി, ഒരു പെരുന്നാൾ മതി. ഒരു പെരുന്നാളിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയുകയാണ് റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന്. അവന്റെ മുടി ഇങ്ങനെ വൃത്തിക്കേടുള്ള മുടി, അവന്റെ ഡ്രസ് കോഡ്, അവന്റെ ഡ്രൈവിംഗ്, അവന്റെ പെരുമാറ്റം, അവന്റെ നിസ്കാരം, ഉച്ചക്കത്തെ ളുഹർ, അസർ, സുബ്ഹി, മഗ്രിബ്, ഇശാ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവന്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല നമുക്ക് തിരിച്ചറിയും. റമദാൻ സ്വീകരിച്ച ഒരാളുടെ സുബ്ഹിനെ ഇഷ്ടപ്പെടൂല, റമദാൻ സ്വീകരിച്ച ഒരാളുടെ ളുഹറിനെ ഇഷ്ടപ്പെടൂല, റമദാൻ സ്വീകരിച്ച ഒരാളുടെ അസറിനെ ഇഷ്ടപ്പെടൂല, റമദാൻ സ്വീകരിച്ച ഒരാളുടെ മഗ്രിബും ഇശാവും ഇഷ്ടപ്പെടൂല. നിങ്ങളുടെ ആരുടേതെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഓർമ്മിച്ചോളൂ, നമ്മുടെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അല്ലാഹു റമദാൻ സ്വീകരിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണ് എന്ന് വെച്ചാൽ നരകത്തിലേക്ക് അടുത്തു എന്നാണ്. നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്ന ദിവസം എങ്ങനെയാണ് ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റുക? നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ദിവസം എങ്ങനെയാണ് ഒരാൾക്ക് ആഘോഷിക്കാൻ പറ്റുക? ശ്രദ്ധിക്കണം, വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകട്ടെ. വൽആഖിബത്തു ലിൽമുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്കാണ് പര്യവസാനം എന്ന് കാണാം. നല്ല മരണം അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിന്റെയും അവസാനം നന്നായിരിക്കണം എന്നല്ലേ? ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, ഏതൊരു പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുന്നത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. 27 വരെ അൽഹംദുലില്ലാഹ് നന്നായി ജീവിച്ചു, 27 ശേഷം അവൻ ഇഷ്ടം പോലെ ആഭാസം കാട്ടിക്കൂട്ടി. നിന്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. കാരണം ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു അമലുകൾ സ്വീകരിക്കുന്നത്. പെരുന്നാളിൽ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി ശ്രദ്ധിക്കണം. മുത്തഖീങ്ങളായ അല്ലാഹുവിനെ പോലെയുള്ള ആളുകൾക്കാണ് ഈ 30 പെരുന്നാളൊക്കെ മാന്യമായ രീതിയിൽ ആഘോഷിക്കാനും പ്രവർത്തിക്കാനും പറ്റൂ. സഹീൽ ഇബ്നു സഈദ് സാഇദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യുന്ന പട്ടാളത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ ഇലാ റജുലിൻ യുഖാതിലുൽ മുശ്രികീൻ, മുശ്രികീങ്ങളായ ആളുകളുമായി യുദ്ധം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ യുദ്ധങ്ങൾ കണ്ടു. വകാന മിൻ അഅ്ളമിൽ മുസ്ലിമീന വനാഅൻ അൻഹും, മുസ്ലിമീങ്ങൾ ഏറ്റവും നന്നായി യുദ്ധം ചെയ്യുന്ന നല്ല ആവേശമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. فقال من احب ان ينظر الى رجل من اهل النار, നരകാവകാശിയെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരനെ നോക്കിക്കോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോദ്ധാവിനെ കാണിച്ചിട്ട് പറഞ്ഞു, നരകത്തിലേക്ക് പോവേണ്ട ആളെ കാണണമെങ്കിൽ അയാൾ നോക്കിക്കോളൂ. എന്നിട്ട് ഇത് പറഞ്ഞ പോലെ അദ്ദേഹത്തെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫതബിഅഹു റജുലുൻ ഫലം യസൽ അലാ ദാലിക ഹത്താ ജുരിഹ, അദ്ദേഹം ഇങ്ങനെ ധീരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ശത്രുവിന്റെ അമ്പോ വില്ലോ വെട്ടോ എന്തോ ഏറ്റു മുറിവാകുന്നത്. ഈ മുറിവ് സഹിക്കാൻ കഴിയാതെ ഫസ്തഅജലൽ മൗത, അദ്ദേഹം മരണത്തെ ചോദിച്ചു വാങ്ങുന്നത് അഥവാ സൂയിസൈഡ് ചെയ്യാൻ. എങ്ങനെ? അദ്ദേഹത്തിന്റെ വാൾ നിലത്തേക്ക് കുത്തി ആ വാളിന്റെ മുകളിൽ കിടന്നു. എന്നിട്ട് നെഞ്ചിലൂടെ വാൾ കയറ്റി പുറംഭാഗത്തൂടെ വാൾ പുറത്ത് ഇറക്കുകയും എന്നിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളാണ്, പക്ഷേ ആത്മഹത്യ ചെയ്ത് മരിച്ചത് കാരണം അള്ളാഹു അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ലയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൽ ജന്ന, ചില ആളുകൾ കാണുമ്പോൾ നല്ല അമലായിരിക്കും, പക്ഷേ അവർ വഇന്നഹു ലമിൻ അഹ്ലിൻ നാർ, അവർ നരകാവകാശിയാണ്. വയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൻ നാർ, ചില ആളുകൾ ചെയ്യുമ്പോൾ നരകാവകാശികളെ പോലെയുള്ള അമലായിരിക്കും ചെയ്യുക, പക്ഷേ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലായിരിക്കും. കാരണം വഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, നമ്മുടെ നന്മകൾ സ്വീകരിക്കുന്നത് അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ്. ഇദ്ദേഹം ഒരുപാട് യുദ്ധം ചെയ്തു അല്ലാഹുവിന്റെ മാർഗത്തിൽ, എന്നിട്ട് അവസാനം സൂയിസൈഡ് ചെയ്തു. അത് കാരണത്താൽ അദ്ദേഹം നരകത്തിലായി. കാരണം അവസാനം ചെയ്തത് സൂയിസൈഡാണ്. ചില ആളുകൾ ഉഷൈബ് എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം ഒരു വഖ്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിനെതിരെ യുദ്ധം ചെയ്യാൻ വന്നതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ മനം മാറുകയും റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അവിടെ അപ്പോൾ തന്നെ അദ്ദേഹം ശത്രുവിന്റെ വെട്ടേറ്റ് മരിക്കുകയും അദ്ദേഹം അവിടെ ലോകത്തോട് വിട പറയുകയും ചെയ്തു. ഒരു സുജൂദ് പോലും ചെയ്യാത്ത സഹോദരൻ സ്വർഗ്ഗത്തിൽ എത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ മറമാടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിരലിലൂന്നിങ്ങനെ ഏറ്റി നടക്കേണ്ടി വന്നു. മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട്, ഹുറുൽ ഇങ്ങളുടെ സാന്നിധ്യം കൊണ്ട്. ഒരു അമൽ പോലും ചെയ്തിട്ടില്ല, ആകെ ഇതുവരെ ചെയ്ത ശിർക്കാണ്. അവസാന സെക്കൻഡിൽ നന്നായതുകൊണ്ട് അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകി. അപ്പൊ ഇതുവരെ നന്മ ചെയ്തു, പെരുന്നാളിലെല്ലാം കൊണ്ടാക്കി പറ്റൂല. ഇതുവരെ നന്മ ചെയ്തിട്ട് പെരുന്നാളിലെല്ലാം കൊണ്ടാക്കി, എല്ലാ റമദാനും പോയി, അമലുകളും പോയി. അല്ലാഹു ആകട്ടെ. ഫഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, അല്ലാഹു തആല നമ്മുടെ നന്മകൾ സ്വീകരിക്കുന്നത് അതിന്റെ അവസാനം എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. അവസാനം നമ്മൾ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മകൾ സ്വീകരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന 2 ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ റമദാനിന്റെ പ്രതാപം നമ്മൾക്ക് തിരിച്ചു പിടിക്കാനും പറ്റും. അമൽ ചെയ്ത നന്മകളെ കളയാനും നമ്മൾക്ക് പറ്റും. 2 ദിവസം 28, 29, 30 കിട്ടിയ 30. ഈ 2 ദിവസത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതുവരെ നന്മ ചെയ്യാത്ത ആളാണെന്ന് വിചാരിക്കുക, 28 വരെ ഒരു നന്മയും പ്രത്യേകമായി ചെയ്തിട്ടില്ല. ഇനി 2 ദിവസം കൊണ്ട് കഴിഞ്ഞ 28 എല്ലാവരും ചെയ്ത നന്മയെ മറികടക്കാൻ ഈ 2 ദിവസം കൊണ്ട് ഒരാൾക്ക് പറ്റും. Only 2 days. വരാനിരിക്കുന്ന ഒരു ദിവസം കൊണ്ട് വരെ കഴിഞ്ഞു പോയ, നഷ്ടപ്പെട്ടു പോയ 27 ദിവസത്തിന്റെ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഇയാൾക്ക് പറ്റും. അതേപോലെ വേറൊരുത്തൻ ഇതുവരെ 27 വരെ ഉറപ്പൊഴിച്ച് നന്മ ചെയ്ത ആൾ, വരാനിരിക്കുന്ന ഒരു ദിവസം കൊണ്ട് മുമ്പ് ചെയ്തു പോയ എല്ലാ നന്മകളെയും പൊളിച്ചു കളയാൻ അയാൾക്ക് പറ്റും. അപ്പൊ ഏത് വിഭാഗത്തിൽ പെടണമെന്നത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. നഷ്ടപ്പെട്ടു എന്ന് റമദാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ്ടല്ല. തഖനതു റഹ്മത്തില്ല, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ട. കാരണം റമദാൻ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് 2 ദിവസം. ഈ 2 ദിവസം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അല്ലാഹുവിന്റെ പാപമോചനം ചോദിക്കാൻ സമയമുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനിയും നന്നാവാൻ 2 ദിവസം മതി, ഒരു ദിവസം മതി അല്ലാഹുവിലേക്ക് അടുക്കാൻ. അപ്പോൾ വരാനിരിക്കുന്ന 2 ദിവസം വെറുതെ കളിക്കാനും അങ്ങാടിയിൽ പോയി കുപ്പായം വാങ്ങാൻ എന്ന വ്യാജേന വെറുതെ അങ്ങാടിയിൽ പോയി അലഞ്ഞു തിരിയുന്നതിന് പകരം അല്ലാഹുവിന്റെ ഈ പരിശുദ്ധമായി നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ ഓർത്ത് ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങി അല്ലാഹുവിന്റെ പാപമോചനം വാങ്ങി സ്വീകാര്യമായ റമദാൻ
അല്ലാഹു നമ്മൾക്ക് നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ റസൂലുള്ളാഹി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ അഹ്സന അഅമാലിനാ ഫവാതിമഹാ. അല്ലാഹുമ്മ ജഅൽ അഹ്സന അഅമാലിനാ ഫവാതിമഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ നന്മകളിൽ ഏറ്റവും നല്ല നന്മ അവസാനത്തെ നന്മയാക്കണേ. 27 അല്ല, 29 30 അതാക്കണം ഏറ്റവും നല്ല നന്മ. اللهم اجعل احسن اعمالنا خواتيمها واجعل ثوابها الجنه. അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമായിട്ട് നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗ്ഗത്തിലാണ്. എത്ര വലിയ തെറ്റ് ചെയ്തൊരു തെമ്മാടിയാണെങ്കിലും അയാൾ മരിക്കുന്ന സമയത്ത് മനസ്സുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിച്ചാൽ അയാൾ സ്വർഗ്ഗത്തിലാണ്. അപ്പൊ അവസാനം എല്ലാ വിഷയത്തിന്റെയും അവസാനം വളരെ നന്നാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കേട്ടുകൊണ്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഫീ ആഖിരി ലൈലത്തിൻ മിൻ റമളാൻ. നമ്മളക്കറായതിന്റെ അത് കഴിഞ്ഞു വിചാരിച്ചിട്ട് ഉപ്പായം കൈക്ക് മടക്കിയിരിക്കാൻ അല്ലേ. ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഫീ ആഖിരി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. റമളാൻ അവസാന രാത്രി എന്ന് വരാനിരിക്കുന്ന ഇന്നത്തെ രാത്രി, ഒന്നുകിൽ ഇന്നത്തെ രാത്രി, എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ട രാത്രിയാണ് ഇന്ന്, അല്ലെങ്കിൽ നാളത്തെ രാത്രി. ഇൽതമിസൂ ലൈലത്തുൽ ഖദ്രി ഫീ ആഖിരി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിച്ചോളി, തേടിക്കോളി എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം, അന്നഹാ ആഖിറു ലൈല. ലൈലത്തുൽ ഖദ്ർ അവസാന രാത്രിയാണെന്ന് കാണാം. അന്നഹാ ആഖിറു ലൈല, ലൈലത്തുൽ ഖദ്ർ അവസാന രാത്രിയാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം, ഇന്നഹാ ലൈലത്തു സാബിഅ ഔ താസിഅതു വഇശ്രീൻ. 29ന്റെയോ 27ന്റെയോ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന്. 29ന്റെയോ 27ന്റെയോ, 27 കഴിഞ്ഞു 29 ഇന്ന് രാത്രി. അപ്പോ ഹയാത്താക്കേണ്ടവർക്ക് ഹയാത്താക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ല, ഇന്നും നാളെയും കൂടി ഹയാത്താക്കണം. ഇന്നഹാ ലൈലത്തു സാബിഅതിൻ ഔ താസിഅതിൻ വഇശ്രീൻ. 27ന്റെയും 29ന്റെയും രാത്രിയാണെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ ഇന്നൽ മലായിക, അല്ലാഹുവിന്റെ മലാക്കമാർ ആ രാത്രിയിൽ അക്തറു മിൻ അദദിൽ ഹസ്വാ, നമ്മുടെ ചരൽക്കല്ലുകൾ ഭൂമിയിലുണ്ട്, അതിനേക്കാളും കൂടുതൽ മലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ചരൽക്കല്ലുകൾ എത്രയാണോ നമ്മുടെ ഭൂമിയിലുള്ളത്, അപ്പൊ പുറത്തിറങ്ങിയ ആള് കാണുന്ന ചരൽക്കല്ലുകളാണ്. ആ ചരൽക്കല്ലുകളെക്കാളും കൂടുതൽ മലായികകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈല, റമളാനിന്റെ അവസാന രാത്രിയായാൽ ഗഫറ ലഹും ജമീഅ, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അതാർക്ക്? ഏത് റമളാനിന്റെ അവസാന രാത്രി എല്ലാവർക്കും പുറത്തു കൊടുക്കും. ആർക്ക്? അവസാന രാത്രിയിലും ഇതുപോലെ അമൽ ചെയ്യുന്ന ആളാണ്. 27 കഴിഞ്ഞിട്ട് പെട്ടി കിതാബ് കൂട്ടി വെച്ച് യാള് ഈ പെരുന്നാളുമായിട്ടുള്ള ബന്ധപ്പെട്ട ആഘോഷത്തിനാണെങ്കിൽ അത് കിട്ടൂല. അതാണ് 29നും 30നും അവർക്ക് എങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടി? എന്താ? അവർ അമൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ടേ ഇരിക്കാൻ. അങ്ങനെയുള്ള അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളാണെങ്കിൽ ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗഫറ ലഹും ജമീഅ, അവസാന രാത്രി ഒന്നുകിൽ ഇന്നായിരിക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കും. അപ്പൊ നാളെ പ്രതീക്ഷിച്ചിട്ടിരിക്കേണ്ട, ഒരുപക്ഷെ ഇന്നായിരിക്കും അല്ലേ. നാളെ അവസാന രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് അമലൊന്നും ചെയ്യാതെ ദുആ ചെയ്യാതിരിക്കേണ്ട, ഇന്ന് ദുആ ചെയ്യും. ഇന്നാണെങ്കിൽ രക്ഷപ്പെടൂലേ, നാളെ അല്ലെങ്കിൽ നാളെ രക്ഷപ്പെടൂലേ. അപ്പൊ നാളെ ആണെങ്കിൽ നാളെ വീണ്ടും ദുആ ചെയ്യണം. ഇദാ കാന ആഖിറു ലൈലത്തിൻ ഗഫറ ലഹും ജമീഅ. അപ്പോഴാണ് ഒരു സഹാബി ചോദിച്ചത്, അഹിയ ലൈലത്തുൽ ഖദ്രി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടാണോ അല്ലാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കുന്നത്? പലവട്ടം പറഞ്ഞതാണ് നമ്മൾ, റമളാനിന്റെ ലക്ഷ്യം പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നതാണ്.
ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുക എന്നതാണ്. അപ്പോൾ ദോഷം ഇനി എനിക്ക് അല്ലാഹു പുറത്തു തരൂല എന്ന് പേടിച്ചു നിൽക്കണ്ട. അവസാന രാത്രി അല്ലാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കാൻ പോകുന്നുണ്ട്. എല്ലാ ആളുകൾ മീൻസ് അല്ലാഹുവിന്റെ പാപമോചനം പ്രതീക്ഷിക്കുന്ന ആളുകൾ. ചില ആളുകൾക്ക് അതൊന്നും വേണ്ട. എന്ത് പാപമോചനം? നമ്മൾ പഠിച്ചു കുടിക്കട്ടെ, അതല്ല, അവർക്കല്ല. അല്ലാഹുവിന്റെ പാപമോചനം പ്രതീക്ഷിക്കുന്ന എല്ലാ ആളുകൾക്കും റമളാനിന്റെ അവസാന രാത്രിയിൽ അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ. ഫഖാല, നബി തങ്ങൾ ഇത് ലൈലത്തുൽ ഖദ്ർ ആണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ല, അത് ലൈലത്തുൽ ഖദ്ർ അല്ല. ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും അത് ലൈലത്തുൽ ഖദ്ർ ആയതുകൊണ്ടല്ല. അലം തറ ഇലൽ ഉമ്മാൽ, നിങ്ങൾ ജോലി എടുക്കുന്ന ഏതെങ്കിലും ഷോപ്പിലോ കഫ്റ്റീരിയകളിലോ ബക്കാലയിലോ സൂപ്പർ മാർക്കറ്റിലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ആരുമാവട്ടെ, അലം തറ ഇലൽ ഉമ്മാൽ, ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങൾ കാണുന്നില്ലേ? അമലൂന, അവർ ജോലി ചെയ്യുന്നു, അവർ അധ്വാനിക്കുന്നു. ഫഇദാ ഫറഹു മിൻ അഅമാലിഹിം, അവരുടെ ജോലി കഴിഞ്ഞാൽ ഉഫു ഉജൂറഹും, ജോലി കഴിഞ്ഞാൽ അവർക്ക് സാലറി കിട്ടും. റമളാൻ കഴിഞ്ഞു, ഇനി പെരുന്നാൾ ശബ്ബാൻ എന്നാകുമ്പോൾ സാലറി കിട്ടും, ജോലി ചെയ്തതിന് സാലറി. അതേപോലെ റമളാൻ 30 ദിവസം അധ്വാനിച്ചത് കാരണം ഒരു സാലറി എന്ന രീതിയിൽ, ശമ്പളം എന്ന രീതിയിൽ അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വലില്ലാഹി അസ്സ വജല്ല ഫീ കുല്ലി യൗമിൻ മിൻ ശഹരി റമളാൻ, റമളാനിലെ എല്ലാ ദിവസത്തിലും അല്ലാഹു തആല ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്ത് അൽഫു അതീഖിൻ മിനൻ നാർ, ലക്ഷക്കണക്കിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. ഓരോ ദിവസവും നോമ്പ് തുറപ്പിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. കുല്ലുഹും ഖദ് ഇസ്തൗജബുൻ നാർ, നരകം നിർബന്ധമായ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. فإذا كان آخر يوم من شهر رمضان, ഇത് റമളാൻ 1 മുതൽ ലാസ്റ്റ് വരെയുണ്ട്. ഇനി റമളാനിന്റെ അവസാന ദിവസമായ أعتق الله في ذلك اليوم بقدر ما اعتق من أول الشهر إلى آخره. റമളാൻ ഒന്നാമത്തെ നോമ്പിന് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, അങ്ങനെ 30 ലക്ഷം. അപ്പോ തുടക്കം മുതൽ അവസാനം വരെ എത്ര ആളുകൾ അല്ലാഹു മോചിപ്പിച്ചിട്ടുണ്ടോ അത്രയും ആളെ റമളാനിന്റെ അവസാന ദിവസം അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു കണക്ക് പറഞ്ഞതാണ്. അതേപോലെ നോമ്പ് തുറപ്പിച്ചാൽ നരകത്തിൽ നിന്ന് മോചനമുണ്ട്, സ്വതക കൊടുത്താലുണ്ട്, ദുആ ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ, റമളാൻ 1 മുതൽ 30 വരെ അല്ലാഹു എത്ര പേരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ടോ അത്രയും പേരെ ഈ അവസാന ദിവസം, അത് പറയുന്നുണ്ട്, അതിന് അത്രയും പേരെ, അത്രയും എണ്ണമുള്ള വേറെ ആളുകളെ അല്ലാഹു റമളാനിന്റെ അവസാന ദിവസം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്കൊക്കെ ആ ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാത്ത സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, اللهم أجرنا من النار، اللهم أجر والدينا من النار، اللهم أجر أزواجنا من النار، اللهم أجر أستاذنا من النار، اللهم أجر من أعاننا وأحبنا من النار. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, അല്ലാഹുവേ, അവരെയൊക്കെ നീ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അപ്പോ നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മോചിപ്പിച്ചിട്ട് ഒരു ദിവസം വരാം. അപ്പൊ ഈ മോചിതരായ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് പെരുന്നാളിന്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ, കോടിക്കണക്കിന് ആളുകളെ. അപ്പൊ ഈ മോചിപ്പിക്കപ്പെട്ട ആളുകൾക്കല്ലേ സന്തോഷിക്കാൻ പറ്റൂ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാത്ത നമ്മളൊക്കെ എങ്ങനെയാ സന്തോഷിക്കുക? ബലിപെരുന്നാളും അങ്ങനെ തന്നെയാണ്. അറഫ കഴിഞ്ഞിട്ടാണ് ഹജ്ജ് പെരുന്നാൾ വരെ, അറഫ കഴിഞ്ഞിട്ടാണ് ബലിപെരുന്നാൾ വരെ. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? അറഫ എന്ന് പറഞ്ഞാൽ ആരെന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്ന ദിവസമാണ്. അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത് കാണുമ്പോ പിശാചുക്കളുടെ പ്രാണൻ കൊണ്ട് ഓടിപ്പോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നരകത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ അറഫ ദിവസം മോചിപ്പിക്കും. അപ്പൊ വലിയ പെരുന്നാളിന്റെയും ചെറിയ പെരുന്നാളിന്റെയും തൊട്ട് ദിവസം മുമ്പ് ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതിൽ ഉൾപ്പെടണം, എങ്കിലേ ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ.
നരകത്തിൽ നിന്ന് ഒരാൾ മോചിപ്പിക്കപ്പെട്ടാൽ ഫിൽ യൗമൈൻ പെരുന്നാളിലും ചെറുപെരുന്നാളിലും അഥവാ യൗമ ഈദിൻ വമൻ ഫാതഹുൽ ഇത്ഖു ഫീ യൗമൈൻ ഫമൻ ഉതിക മിനൻ നാർ ഫിൽ യൗമി ഫലഹു യൗമു ഈദിൻ. ഒരാൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടാലാണ് അവർക്ക് പെരുന്നാൾ കിട്ടുക. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാത്ത ആളുകൾക്കോ ഫലഹു യൗമു ഈദ്, അവർക്ക് മുന്നറിയിപ്പിന്റെ ദിവസമാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. മനസ്സിലായില്ലേ? തിരിഞ്ഞോ? ഇപ്പോ പരിശുദ്ധമായ റമദാനിന്റെ 30ാമത്തെ ദിവസവും പരിശുദ്ധമായ അറഫ ദിവസവും ലക്ഷോപലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ മോചിപ്പിച്ചവരിൽ നമ്മൾ ഉൾപ്പെട്ടാലാണ് നമ്മൾക്ക് പെരുന്നാൾ ലഭിക്കുക. നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച ആളുകൾക്കാണ് ഈ പെരുന്നാൾ. നമ്മൾ ആ വിഭാഗത്തിൽ പെട്ടില്ലെങ്കിൽ നമ്മൾക്കത് പെരുന്നാളല്ല, അത് മുന്നറിയിപ്പിന്റെ ദിവസമാണ്. നരകത്തിലേക്ക് അല്ലാഹു സൂചന നൽകുന്ന ദിവസമാണ് എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത് വേണം? ഈ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു എന്നിട്ട് പെരുന്നാളിനെ സ്വീകരിക്കുമ്പോൾ അതിൽ നന്മകൾ മാത്രം ചെയ്യാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ ബീവിയെ, നബി തങ്ങളുടെ അമൽ എന്തായിരുന്നു എന്ന്. ആയിഷ ബീവി പറഞ്ഞത്, നബി തങ്ങളുടെ അമൽ നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു. റമദാൻ ആകുമ്പോൾ മാത്രം നന്നാവുക, റബീഉൽ അവ്വൽ ആകുമ്പോൾ മാത്രം സടകുടഞ്ഞ് എഴുന്നേൽക്കുക, പിന്നെയുള്ളതൊക്കെ ഇങ്ങനെ തേരാപാരം നടക്കുക. ഇതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമൽ. എപ്പോഴും സ്ഥിരമായി ഒരേപോലെ അമൽ ചെയ്യുന്ന ആളായിരുന്നു നബി തങ്ങൾ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ മകൻ പെരുന്നാൾ ദിവസം എല്ലാവരും അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട് പെരുന്നാൾ വിശ്വസ് നൽകാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വരുമ്പോ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിശ്വസനം നൽകി തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുപോയി. അവസാനം കുട്ടികളുടെ ഒരു സംഘം വരുന്നുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന്റെ കുഞ്ഞുമോൻ, അദ്ദേഹത്തിന്റെ കുഞ്ഞുമോൻ. എല്ലാവരും നല്ല പുതിയ വസ്ത്രം ധരിച്ച് മനോഹരമായ ഉടുപ്പുകളൊക്കെ ധരിച്ചു വരുമ്പോ രാജാവിന്റെ മകൻ, ഭരണാധികാരിയുടെ മകൻ, ഖലീഫയുടെ മകൻ പറഞ്ഞ ഉപ്പായാണ്. അദ്ദേഹം കരഞ്ഞു, തല താഴ്ത്തി. അദ്ദേഹം കരഞ്ഞിട്ട് തല താഴ്ത്തി. അപ്പോ മകൻ വന്നിട്ട് ചോദിച്ചു, ഉപ്പ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഉപ്പ പറഞ്ഞു, മോനെ, എല്ലാവരും നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചു വരുമ്പോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മകൻ നീ പറഞ്ഞ കുപ്പായം ധരിച്ചു വരുമ്പോ നിനക്കതിലൊരു നാണക്കേട് ഉണ്ടാകുമോ, നിനക്കൊരു വിഷമം വരുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് അല്ലാഹുവിനെ പേടിയില്ലാത്ത, മാതാപിതാക്കളെ അനുസരിക്കാത്ത, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാത്ത ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ വിഷമം ഉണ്ടാവുക. എനിക്ക് ഈ വിഷയത്തിൽ യാതൊരു നിരാശയോ യാതൊരു വിഷമമോ ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ മുഖം നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുഞ്ഞുമോൻ പറയുന്നുണ്ട്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിവസം ഒരു പ്രഭാഷണം നടത്തി. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നകും സുംതും ലില്ലാഹി 30 യൗമൻ, 30 ദിവസം നിങ്ങൾ നോമ്പെടുത്തു. വഖുംതും 30 ലൈലൻ, 30 രാത്രി നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു. ഇന്ന് നിങ്ങൾ ഖറജതുൽ യൗമ തത്ലബൂന മിനല്ലാഹി അൻ യതഖബ്ബല മിൻകും, ഇന്ന് നിങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മളൊക്കെ പെരുന്നാളിന് എങ്ങനെയാണ് പുറപ്പെടുന്നത്? അല്ലാഹു എന്റെ റമദാൻ സ്വീകരിക്കട്ടെ, എന്റെ തറാവീഹും എന്റെ നോമ്പും സ്വീകരിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ പെരുന്നാളിനൊക്കെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നത്? ആണോ? നമ്മൾ സ്വയം വിലയിരുത്തണം. അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്ന രാത്രിയാണ് പെരുന്നാളിന്റെ രാത്രി. ഒരുപക്ഷെ റമദാൻ 30 നന്മ ചെയ്യാൻ പറ്റാത്ത നിരാശ കൊണ്ട് സർവശക്തനായ അല്ലാഹുവിലേക്ക് പെരുന്നാളിന്റെ രാത്രി ഇരു കരങ്ങൾ ഉയർത്തി വേദനയോടെ താൻ ചെയ്ത പാപങ്ങളെല്ലാം എടുത്തു പറഞ്ഞു, പടച്ചോനെ എനിക്ക് നീ മാപ്പ് നൽകണമേ, റമദാനിൽ നന്മയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മനമൊഴി ദുആ ചെയ്താൽ റമദാനിൽ ഒരു അമൽ ചെയ്യാത്തവന് പോലും സ്വീകാര്യമായ റമദാനാക്കി മാറ്റാൻ അല്ലാഹുവിന് സാധിക്കും. റമദാനിന്റെ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. പ്രാർത്ഥനകൾ കൊണ്ട് ഒടുക്കാത്ത റബ്ബാണ്, ഒടുക്കാത്ത തമ്പുരാനാണ് അല്ലാഹു. അതുകൊണ്ട് ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാന ബഅദു സലഫ്, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ, അവർക്ക് പെരുന്നാളിൽ വല്ലാത്ത ദുഃഖമായിരുന്നു എന്നാണ്. യദ്ഹറു അലൈഹിൽ ഹുസ്ൻ
ചെറിയ പെരുന്നാൾ വരുമ്പോൾ ദുഃഖം കൊണ്ട് വേദനയോടെയാണ് അവർക്ക് പെരുന്നാളിൽ വരിക. കാരണം അവരോട് പറയും ഇത് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കുകയാണോ? അവർ പറയും നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞത് അമൽ ചെയ്യാനാണ്. ഫലാ അദ്രി, എനിക്കറിയില്ല എന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ. ഞാൻ ഈ 30 ദിവസം അധ്വാനിച്ചത്, ഞാൻ ഈ 30 ദിവസം ഖുർആൻ ഓതിയത്, അമൽ ചെയ്തത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാതെ ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കുക? അതിന്റെ പേരിലാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട് എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തുകയുണ്ടായി. റആ വഹബ് ബിൻ ബർദ് റളിയല്ലാഹു അൻഹു ഖൗമൻ യദ്ഹഖൂൻ, നേരത്തെ പറഞ്ഞതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ പറഞ്ഞതുപോലെ വഹബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുന്ന ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ പെരുന്നാൾ ദിവസം കാണാനിടയായി. ഇൻ കാന ഹൗലായി, ഈ കൂട്ടം ആളുകൾ അവരുടെ അമൽ, അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഫമാ ഹാദാ ഫിഉ ശാകിരീൻ, ഒരു ശുക്ർ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനമല്ല ഈ പെരുന്നാളിൽ ആഘോഷിക്കുക എന്നുള്ളത്. പെരുന്നാളിൽ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ആഘോഷിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ മഹാനായ വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൂട്ടം ആളുകളുടെ നോമ്പും നിസ്കാരവും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്. സ്വീകരിച്ചതിന്റെ പേരിൽ ഇവിടെ ബൈക്ക് റേസിംഗ് നടത്തിയിട്ടോ, ഇവിടെ ആഭാസങ്ങൾ കാട്ടിയിട്ടോ, ഹോണടിച്ചിട്ടോ, സൗണ്ട് പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം, ശബ്ദ മലിനീകരണം, ഇതൊക്കെ ഉണ്ടാക്കി സമുദായത്തെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടല്ല അല്ലാഹുവിന് ശുക്ർ ചെയ്യേണ്ടത്. അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല ഇത് ചെയ്യേണ്ടത്. പേടിച്ച് അല്ലാഹുവിലേക്ക് മനമൊരുക്കി കരയേണ്ടിയിരുന്നു. അല്ലാഹുവിന്റെ നോമ്പും നിസ്കാരങ്ങളും സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരിങ്ങനെ സന്തോഷിക്കാൻ പാടില്ല. ഇതല്ലല്ലോ ശുക്ർ ചെയ്യേണ്ട രീതി. എന്നാൽ ഇവരുടെ നോമ്പും അമലും അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ പേടിക്കുന്നവൻ, ഇങ്ങനെയല്ലല്ലോ ബൈക്ക് റേസിംഗ് അല്ലല്ലോ നടത്താറ്. ആഭാസങ്ങളും ഒച്ചപ്പാടും മ്യൂസിക്കും ഗാനങ്ങളും സൗണ്ട് ബോക്സും കൊണ്ടുവന്നിട്ട് നൃത്തം വെക്കലല്ലോ അല്ലാഹുവിനെ പേടിക്കുന്നവൻ ചെയ്യേണ്ടത്. റമദാൻ സ്വീകരിക്കാത്തവരാണ് എങ്ങനെയാണ് ഈ നൃത്തവും പാട്ടും കച്ചേരിയും നടത്തുന്നത്? അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാർ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം എന്തും ചെയ്യാമെന്നല്ല, പിന്നെ ഏത് തോന്നിവാസവും ചെയ്യാമെന്നുള്ള വിചാരമാണെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോളൂ, റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടേ ഇല്ലായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, അന്നഹു കാന യുനാദി ഫീ ആഖിരി ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാൻ അവസാനമായാൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, യാ ലൈത ശഅരി, എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ അമൽ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ, ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിച്ചത് എന്ന് എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് ഞാൻ സന്തോഷവാർത്ത അറിയിക്കുമായിരുന്നു. വമൻ ഹാദൽ മഹ്റൂം, ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാതെ തടഞ്ഞു വെച്ചത് എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഫനുസി, മരിച്ചവരെ അനുശോചനം നടത്തുന്നത് പോലെ അവർക്കൊരു അനുശോചനം ഞാൻ നടത്തുമായിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റമദാൻ കഴിഞ്ഞാലും എന്ത് വേണം? നമ്മുടെ നന്മകൾ, നമ്മുടെ ഈ അമലുകൾ, ഈ ജമാഅത്ത്, ഈ ഖുർആൻ, ഈ സ്വദഖകൾ, ഈ നിസ്കാരം, ഈ സ്വൽസ്വഭാവം എല്ലാം നാം നിലനിർത്തണം. റമദാനിനെ പേടിച്ചിട്ട് നാവ് നിയന്ത്രിച്ച ആളുകളുണ്ട്, റമദാനിനെ പേടിച്ചിട്ട് സിസർ നിർത്തിയ ആളുകളുണ്ട്, റമദാനിനെ പേടിച്ചിട്ട് സിനിമ നിർത്തിയ ആളുകളുണ്ട്, റമദാനിനെ പേടിച്ചിട്ട് പ്രണയിനി കാമുകന്മാർ ചാറ്റ് ചെയ്യുന്നത് നിർത്തിയവരുണ്ട്. ലാ തകുൻ ശഅബാനിയൻ വലാ തകുൻ റമദാനിയൻ, കുൻ റബ്ബാനിയ. നീ അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്ന ആളാവണം, റമദാനിന് വേണ്ടി അമൽ ചെയ്യുന്ന ആളാവരുത്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാമെന്നല്ല, നീ എന്താവണം? കുൻ റബ്ബാനിയൻ, നിന്റെ റബ്ബ് അല്ലാഹു ആകണം, അല്ലാഹുവിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളാവണം. വലാ തകുൻ റമദാനിയൻ, റമദാനിന് വേണ്ടി അമൽ ചെയ്യുന്ന ആളായി മാറരുത്. സിസർ നിർത്തിയ ആളുകൾ ഇനി തുടരരുത്, സിനിമ നിർത്തിയ ആളുകൾ ഇനി ആവർത്തിക്കരുത്, പ്രേമവും പ്രണയവും വലിച്ചെറിഞ്ഞവർ ഇത് ആവർത്തിക്കരുത്, തുടരാൻ പാടില്ല. ജമാഅത്ത് നിസ്കാരം പരിശുദ്ധമായ റമദാനിൽ കൃത്യമായി നിർവഹിച്ചവർ അതേപോലെ തുടരണം. പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തമെങ്കിലും തീർത്ത ആളുകൾ റമദാൻ കഴിഞ്ഞിട്ടും അതേപോലെ ഒരു ഖത്തമെങ്കിലും ഓതാൻ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിന്റെ അടിമയാവേണ്ട, അല്ലാഹുവിന്റെ അടിമയാവും. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബിശ്ർ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കപ്പെട്ടു, ഇന്ന ഖൗമൻ യജ്തഹിദൂന ഫീ
റമളാൻ. ചില ആളുകൾ റമളാനിൽ നന്നായി അധ്വാനിക്കുന്നുണ്ടല്ലോ, റമളാനിൽ നന്നായി പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ടല്ലോ. പറഞ്ഞു ബിഅസൽ ഖൗമുൽ ലദീന ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമളാൻ. റമളാനിൽ മാത്രം അല്ലാഹുവിനെ അറിയുന്ന ആളുകൾ എത്ര മോശക്കാരാണ്. റമളാനിൽ മാത്രം നന്നാവുന്ന ആളുകൾ എത്ര മോശക്കാരാണ്. ബിഅസൽ ഖൗമുൽ ലദീന ലാ യഅരിഫൂന അല്ലാഹ ഫീ റമളാൻ. റമളാനിൽ മാത്രം നന്നാവുന്ന ആളുകൾ വളരെ മോശക്കാരാണ്. ഇന്ന സ്വാലിഹ യജ്തഹിദു സനത കുല്ലഹാ. ഒരു സ്വാലിഹായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ റമളാനിൽ മാത്രമല്ല റമളാൻ കഴിഞ്ഞാലും അയാൾ നന്നാകുമെന്ന് മഹാനായ ബിശ്ർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശിബ്ലി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അയ്യുഹുമാ അഫ്ളലു, ഏതാണ് ഏറ്റവും നല്ല മാസം, റജബാണോ ശഅബാനാണോ? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കുൻ റബ്ബാനിയൻ വലാ തകുൻ ശഅബാനിയ. മാസത്തിന്റെ മഹത്വം നോക്കി നന്മ ചെയ്യുന്ന ആളാവരുത്, അല്ലാഹുവിനെ പേടിച്ച് എല്ലാ മാസങ്ങളിലും നന്മ ചെയ്യുന്ന ആളാവണമെന്ന് മഹാനായ ശിബ്ലി റളിയല്ലാഹു അൻഹു. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സ്വാമ റമളാൻ, ഒരാൾ പരിശുദ്ധമായ റമളാനിൽ നോമ്പെടുത്തു, എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അന്നഹു ഇദാ അഫ്തറ അല്ലാ യഅസില്ലാഹ ദഖലൽ ജന്ന. റമളാൻ കഴിഞ്ഞാലും ഇതേപോലെ തുടരണമെന്നാണ് ഒരാളുടെ മനസ്സിലുള്ളതെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ കടക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ أشهد أن لا إله كتب لي اللهم اعتقني من النار اعتقني من النار اللهم اعتقني من النار اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا. മാക്സിമം ഉപയോഗിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു പറയാൻ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് റമളാനിൽ മാത്രം നന്നാവാൻ താല്പര്യം കാണിക്കുകയും റമളാൻ കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. മൻ സ്വാമ റമളാൻ, ഒരാൾ റമളാനിൽ നോമ്പെടുത്തു, റമളാനിൽ നന്മ ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത റമളാൻ കഴിഞ്ഞാലും അല്ലാ യഅസില്ല, ഞാൻ അല്ലാഹുവിനോട് തെറ്റ് ചെയ്യൂല, ഇതേപോലെ എനിക്ക് തുടരണം. ശബ്ബാനിലും ഇനി വരാനിരിക്കുന്ന ദുൽഖഅദിലും ദുൽഹിജ്ജയിലും ഒക്കെ ഇതേപോലെ എനിക്ക് നന്മ ചെയ്യണമെന്ന് നിയത്താണ് ഉള്ളതെങ്കിൽ ദഖലൽ ജന്നത ബിഗൈരി മസ്അലത്തിൻ വലാ ഹിസാബ്. അല്ലാഹുവിനോട് ദുആ ചെയ്യാതെ ഒരു ഹിസാബോ ഒരു ചോദ്യമോ അയാളോട് അല്ലാഹു ചോദിക്കാതെ അല്ലാഹു അയാളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു. ഇനി ഒരു വിഭാഗം, റമളാനിൽ നോമ്പെടുത്തു, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് ഇദാ അഫ്തറ അസാ റബ്ബ, പെരുന്നാളായാലും സിനിമക്ക് പോകണം. ഈ സിനിമ കുറെ ഇറങ്ങിയിട്ടുണ്ട് റമളാനിൽ. പെരുന്നാളായാലും സിനിമക്ക് പോകണം, ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് പോകണം, എന്റെ കാമുകന്മാരൊന്ന് കാണണം, അവരുമായി ചാറ്റിംഗ് ചെയ്യണം, അവരുമായി ഡേറ്റിംഗ് വേണം, അതേപോലെ പിന്നെ സിസർ വിളിക്കണം, അതേപോലെ മറ്റുള്ള തെറ്റുകളൊക്കെ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം. പിന്നെ എന്തോ ആവാം, റമളാൻ കഴിഞ്ഞാൽ എന്തോ ആവാം എന്ന ചിന്തയാണെങ്കിൽ നീ എടുത്ത നോമ്പുകളും അനുഷ്ഠിച്ച നന്മകളൊക്കെ നിന്റെ മുഖത്തേക്ക് ചുരുട്ടി വലിച്ചെറിയുമെന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നു. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഒരു ചിന്ത നമ്മളിൽ ഉണ്ട് ഇല്ല എന്ന് നിഷേധിക്കാൻ നമ്മൾക്ക് ഒരാൾക്കും പറ്റൂല. അതിലും അങ്ങനെയാണ്. റമളാൻ എന്ന് കഴിഞ്ഞോട്ടെ പിന്നെ എന്തുമാവാമെന്ന ചിന്താഗതി നമ്മളിൽ പല ആളുകൾക്കുമുണ്ട്. അന്ന സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നബിയേ, ഹദ്ദിസ്നി ബിശൈഇൻ അഅതസിമു ബി, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു തരണം, ഒരു വിഷയം പറഞ്ഞു തരണം. അപ്പോൾ പറഞ്ഞു, ഖുൽ റബ്ബി അല്ലാഹ്, നീ അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറയും. സുമ്മസ്തഖിം, പിന്നെ നീ ചൊവ്വായി ജീവിക്കുക, പിന്നെ സ്ഥിരമായി നന്മ ചെയ്യും. റമളാനിലും റബീഉൽ അവ്വലിലും മാത്രം, ശഅബാനിലും റജബിലും മാത്രം ഉംറക്ക് പോയാൽ അവിടെ, ഹജ്ജിന് പോയാൽ അവിടെ എന്നല്ല, സ്ഥിരമായി സുമ്മസ്തഖിം, നന്മ ചെയ്ത് അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് അംഗീകരിച്ച ശേഷം പിന്നെ സ്ഥിരമായി നീ എന്ത് ചെയ്യണം? മരണം വരെ നീ നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബാക്കൾ ചോദിച്ചു, അൽഖമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ കാന യഖുസ്സു
ശൈഅൻ മിനൽ അയ്യാം, ഏതെങ്കിലും ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു അമല് അല്ലാഹുവിന്റെ ഹബീബിന് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായ അമല് നിങ്ങൾ ചെയ്തിരുന്നില്ല. ഇല്ല. കാന കുല്ലു അമലിഹി ദീമ, നബി തങ്ങളുടെ എല്ലാ ദിവസവും ഒരുപോലെയായിരുന്നു അമൽ. വഅയ്യുകും യസ്തതിഉ മാ കാന റസൂലുള്ളാഹി യസ്തതിഉ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചെയ്യുന്നതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ആരാ സാധിക്കും? നിങ്ങൾക്ക് ആർക്കാ സാധിക്കുക? നബി തങ്ങൾ പ്രത്യേകമായ ഒരു ദിവസമല്ല, അമൽ ദീമ, നിത്യമായി അമൽ ചെയ്യുന്ന ആളായിരുന്നു. പ്രത്യേകമായ ദിവസങ്ങളിൽ മാത്രം അമൽ ചെയ്യുന്ന ആളായിരുന്നില്ല. ഇദാ അമില അമലൻ അസ്ബത, നബി തങ്ങൾ ഏതെങ്കിലും ഒരു അമൽ ചെയ്യുന്നുവെങ്കിൽ അത് സ്ഥിരമായി ചെയ്യുമായിരുന്നു. വകാന ഇദാ നാമ മിനൽ ലൈൽ, എന്തെങ്കിലും രോഗം കാരണത്താലോ ക്ഷീണം കാരണത്താലോ നബി തങ്ങൾ രാത്രി ചെയ്യുന്ന അമൽ ചെയ്യാൻ പറ്റാതെ കിടന്നുറങ്ങിയാൽ സ്വല്ലാ മിനൻ നഹാരി 12 റക്അ, നബി തങ്ങൾ 12 റക്അത്ത് നിസ്കാരം രാവിലെ നിസ്കരിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവർ, വാഖിഅ പാരായണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ തറാവീഹ് ഒരു യാത്ര മൂലം തറാവീഹ് ഇഷ്ടപ്പെട്ടു രാത്രി നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, അത് പകരം അല്ലാഹു തആല രാവിലെ മുൽക്ക് ഓതിയിട്ടില്ല, രാവിലെ മുൽക്ക് ഓതുക. വാഖിഅ ഓതിയിട്ടില്ല, രാവിലെ ഓതാം. രാത്രി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കലല്ല, അത് പിന്നെ ദിവസം സുന്നത്താണെങ്കിലും ഫർളാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദാഉമായിരുന്നു. ഇനി പറയാനിരിക്കുന്നത് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾക്ക് വരാനിരിക്കുന്ന ശബ്ബാൻ നോമ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾക്ക് നോമ്പെടുത്ത ആളാണ്. റമദാൻ നോമ്പ് കഴിഞ്ഞ് നോമ്പിന് നല്ല ആരോഗ്യമാണ് പല ആളുകൾക്ക്, അല്ലേ? നോമ്പിന് നല്ല ആരോഗ്യം. പലരും പറയാറുണ്ട് നോമ്പിന് നല്ല ആഫിയത്താണ്, നോമ്പിന് നല്ല ആരോഗ്യം, ഒരു ടെൻഷൻ, ഒരു രോഗം ഒന്നുമില്ല, നല്ല ആഫിയത്താണ്. ഇതേ ഒരു ആഫിയത്ത് നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടും. എന്ത് വേണം? എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും നോമ്പെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യും. സുന്നത്ത് നോമ്പുകളുണ്ട്, അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ചില സുന്നത്ത് നോമ്പ്. റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടർന്നാൽ നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ആഫിയത്തും ഒരു മനസ്സിന് സംതൃപ്തിയും ഉണ്ടാകും. മൻ സാമ റമദാന, ഒരാൾ റമദാൻ നോമ്പെടുത്തു, ثم أتبعه 6 من شوال, ശവ്വാലിൽ 6 നോമ്പ് അതിനെ തുടർച്ചയായിട്ട് എടുക്കുകയും ചെയ്താൽ കാന കസുയാമി ദഹരി, ഒരു വർഷം മുഴുവനും നോമ്പെടുത്തതിന്റെ പ്രതിഫലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെങ്ങനെ ഒന്നുന്ന ഒരു അമലിന് 10 ഹസനത്താണ്, അല്ലേ? ഇദാ അമല ഹസനതൻ ഫലഹു 10 അംസാലിഹ, നമ്മളൊരു നന്മ ചെയ്താൽ 10 നന്മയാണ്. അപ്പോൾ ഒരു നോമ്പെടുത്താൽ 10 നോമ്പിന്റെ പ്രതിഫലം, 30 നോമ്പെടുത്താൽ 300 നോമ്പിന്റെ പ്രതിഫലം. പിന്നെ ഒരു വർഷത്തിൽ 360 ദിവസമാണ്. അത് ശവ്വാലിൽ 6 നോമ്പെടുക്കുമ്പോൾ 6 × 10 60, 360 ദിവസം. ഒരു വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം റമദാൻ 30ഉം ശവ്വാലിലെ 6 നോമ്പും കൂടി എടുത്താൽ അല്ലാഹു നൽകുമെന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് തുടർച്ചയായിട്ട് എടുക്കണമെന്നില്ല. റമദാൻ ശവ്വാല് ഒന്ന് പെരുന്നാളായിട്ട് 2, 3, 4, 5 അങ്ങനെ എടുക്കണമെന്നില്ല. ശവ്വാല് തീരുന്നതിന് മുമ്പ് എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയിലും ഇങ്ങനെയെങ്കിലും എടുത്ത് തീർക്കാൻ 6 നോമ്പ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ സലഫ് സാലിഹീങ്ങളായ ആളുകളിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന്റെ ഒരു അടിമയെ അദ്ദേഹം മോചിപ്പിച്ചു, വിൽക്കുകയും ചെയ്തു. മോചിപ്പിച്ചില്ല, അടിമയെ വിറ്റു. അങ്ങനെ ഈ അടിമ വേറൊരു സമുദായത്തിലെത്തി, കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു സമുദായത്തിലേക്ക് എത്തി. റമദാൻ ആയപ്പോഴേക്കും ഇവരെന്ത് ചെയ്തു? റമദാൻ ആകുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു പ്രിപ്പറേഷൻ, ഭക്ഷണം ഇതൊക്കെ റെഡിയാക്കി ഇവിടൊക്കെ സജ്ജീകരിച്ച് ഇങ്ങനെ ഒരുങ്ങുന്നത് കാണാനിടയായി അടിമപ്പെണ്ണിന്. അപ്പോ ഈ പെണ്ണവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ റമദാൻ ആകുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു തയ്യാറെടുപ്പ്? അവർ പറഞ്ഞു, റമദാനിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങാണ്. അപ്പൊ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ആ റമദാനിൽ മാത്രമാണ് നോമ്പെടുക്കുന്നത്. ഞാനൊരു സമുദായത്തിലായിരുന്നു, ഒരു കൂട്ടം ആളുകളുടെ കൂടെയായിരുന്നു, അവരുടെ വർഷം മുഴുവനും അവർക്ക് റമദാനായിരുന്നു. റമദാനിൽ മാത്രം നമ്മൾ നോമ്പെടുക്കുക. ഞാനൊരു വിഭാഗം ആളുകളുടെ അടിമയായിരുന്നു, അവർക്ക് മുഴുവനും ഒരു വർഷം മുഴുവൻ റമദാനായിരുന്നു. അഥവാ വർഷത്തിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും അവർ നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ നിങ്ങൾ താമസിപ്പിക്കരുത്, അവരുടെ കൂട്ടത്തിൽ എന്നെ വിടണമെന്ന് ആ സഹോദരി പറഞ്ഞത് മഹാന്മാരായ ആലിമീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രാത്രി നിസ്കാരത്തെ കുറിച്ച്, തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ രാത്രി നിസ്കാരം കഴിഞ്ഞുവോ, രാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. മൈക്ക് നല്ല ക്ഷീണമുള്ളതുകൊണ്ടാണ് വിചാരിച്ച പോലെ പറയാൻ പറ്റാത്തത്. അപ്പോ തറാവീഹ് കഴിഞ്ഞാൽ പിന്നെ രാത്രി നിസ്കാരം ഇല്ലേ, കഴിഞ്ഞോ? പിന്നെ ഈ സുബഹി നിസ്കാരം ഇല്ല, ആ ഒരു രീതി അതല്ല. മഹാനായ ബിലാൽ തങ്ങൾ പറയുമായി,
ഖിയാമില്ലേ നിങ്ങൾ രാത്രി നിസ്കരിക്കണം. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലകും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സ്വാലിഹീങ്ങളുടെ ശീലമാണത്. അവർ ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണത്. ഈ ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ആനായ ഒരു ആലിമിനോട് അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, നീ ചെയ്യുന്ന തിന്മകളാണ്, നീ ചെയ്യുന്ന പാപമാണ് നിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് തടയുന്നത്. അപ്പൊ നമ്മളൊക്കെ അലാം വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും. അലാം വെച്ച് കിടന്നുറങ്ങാൻ, അങ്ങനെ അലാം വെച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ നമ്മൾക്ക് ഉണരാൻ പറ്റുന്നില്ല, നേരത്തെ ഉറങ്ങാൻ പറ്റുന്നില്ല. അത് ഉണർന്നാൽ തന്നെ അലാം സ്നൂസ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാപം കാരണം, തെറ്റ് കാരണത്താൽ അല്ലാഹു അതിന്റെ മാധുര്യം നമ്മൾക്ക് നൽകാതെ തടയുകയാണ് എന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. തഹജ്ജുദ് നിസ്കരിക്കാത്ത എല്ലാ ആളുകളും സ്വയം മനസ്സിലാക്കിയാൽ മതി, ഞാൻ ചെയ്യുന്ന തെറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്തത്. ചില ആളുകൾക്ക് തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല, അവരെ കുറിച്ച് ചർച്ചയില്ലേ. ആഗ്രഹം ഉണ്ടായിട്ട് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് സുബഹി നിസ്കരിച്ചാൽ തഹജ്ജുദ് നിസ്കരിക്കും, സുബഹി ഞങ്ങൾ നിസ്കരിക്കില്ല. അപ്പൊ അവരെ കുറിച്ചിട്ടല്ല, അവരെ വിട്ട കേസാണ്. അപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും നിസ്കരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന തെറ്റ് അതാണ് തിന്മയേക്കാൾ കൂടുതൽ. അതുകൊണ്ട് അല്ലാഹു നന്മയിൽ നിന്ന് നമ്മളെ തടയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ദഅബു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ശീലമാണത്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹി തആല, ഖിയാമൽ ലൈൽ എന്നുള്ളത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാണ് ഖിയാമൽ ലൈൽ, തഹജ്ജുദ് നിസ്കാരം. വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്, നമ്മൾ ചെയ്യുന്ന തിന്മകൾ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഓഫറാണിത്, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണത്. അതേപോലെ മാനസികമായ രോഗങ്ങൾക്കുള്ള ശിഫയാണ് തഹജ്ജുദ് എന്നുള്ളത്. മാനസികമായ ശാരീരികമായ പല രോഗങ്ങൾക്കും തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ശമനം ലഭിക്കുമെന്നും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കരിക്കാനും ഇതേപോലെ നിസ്കാരം തുടരാനും അല്ലാഹു നമ്മെ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേപോലെ എന്തൊക്കെ കഴിഞ്ഞ് നോമ്പ്, അത് റമദാൻ കഴിഞ്ഞാലും വെള്ളിയും വ്യാഴവും തിങ്കളും നമ്മൾ നോമ്പെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദ് നിസ്കാരം റമദാനിൽ തറാവീഹ് നിസ്കരിച്ചതുപോലെ, അത്താഴ സമയത്ത് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചതുപോലെ റമദാൻ കഴിഞ്ഞാൽ തുടരണം. പിന്നെ പരിശുദ്ധമായ ഖുർആൻ റമദാനിൽ പുസ്തകം തൊട്ട് നോക്കി ഇത് കൂട്ടിവെക്കും, ഇനി അടുത്ത തൊട്ടടുത്ത റമദാനിലാണ്. അത് ഉണ്ടാവരുത്, ഒരു മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇഖ്റഉൽ ഖുർആന ഫീ ഷഹർ, മാസത്തിൽ ഒരു തവണ ഖത്തം തീർക്കണം. മാസത്തിൽ ഒരു തവണ ഖത്തം തീർക്കണം. റമദാനിൽ തന്നെ ഖത്തം തീർക്കാത്ത ആളുകളില്ലേ? റമദാനിൽ തന്നെ ഒരു ഖത്തം തീർക്കാത്ത ആളുകളുണ്ട്. വാസിദ് ഉസ്താദ് പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാരെ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഖുർആൻ ഓതുന്നതും ദിക്ർ ചെല്ലുന്നതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ്, ഇത് നിർത്തട്ടെ. ഇതൊക്കെ നല്ല ആളുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്, ഇല്ല എന്നല്ല. അത് എല്ലാവരിലേക്കും എത്തണം ഈ സന്ദേശം. എല്ലാവരും നന്മയുടെ പ്രതീകമായി മാറണം. തുരുത്തി എന്ന് പറയുന്ന മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് പാരമ്പര്യവും ചരിത്രമുള്ള നമ്മുടെ നാട്ടിൽ തിന്മയുടെ പ്രതീകങ്ങളായ ആളുകൾ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ റമദാൻ കഴിഞ്ഞാലും പരിശുദ്ധമായ ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. മാസത്തിൽ ഒരു ഖത്തം തീർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർക്കോ? മാസത്തിൽ ഒരു ഖത്തം തീർക്കോ? റിസ്ക്കൊന്നുമില്ല, നമ്മൾ വിചാരിക്കുകയാണ് റിസ്ക്കാണെന്ന്. നമുക്കൊരു തോന്നലാണ് റിസ്ക്കാണ്. റൗദത്തുൽ മദ്രസ ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അന്ന് ടീച്ചർ അബ്ദുൽ ഗഫൂർ സാദിഖ് പ്രഭാഷണം നടത്തും. സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ അവരുടെ കഥാപ്രസംഗമുണ്ട്. അതേപോലെ നേതൃത്വം നൽകുന്ന സയ്യിദ് സഫാൻ തങ്ങളാണ്. ഇത് ജൂലൈ 5 ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് മദ്രസ ഉദ്ഘാടനം. എല്ലാവരും സംബന്ധിക്കുക, വിജയിപ്പിക്കുക. ചെയ്യട്ടെ. നാളെ നമ്മുടെ പള്ളിയിൽ ആദരണീയരായ സയ്യിദ് നജ്മുദ്ദീൻ തങ്ങൾ മജ്‌ലിസിനോട് നേതൃത്വം നൽകും. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ കൂടി വരണം. നാളെ അവസാന ദിവസമാണ്. നാളെ രാത്രി റമദാൻ ലഭിച്ചാൽ അല്ലാഹു കോടിക്കണക്കിന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. അപ്പോൾ നാളെ മജ്‌ലിസിനോടൊക്കെ പങ്കെടുത്ത് ദുആയൊക്കെ ചെയ്ത് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളിൽ വ്യാകുലപ്പെടാതെ വരാനിരിക്കുന്ന ആ ഒരു ദിവസങ്ങളിൽ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാരും വരണം. നിങ്ങൾക്കുണ്ട് ഇവിടെ മജ്‌ലിസിനൂർ ബഹുമാനപ്പെട്ട സയ്യിദ് നജ്മുദ്ദീൻ തങ്ങൾ അദ്ദേഹം പ്രഭാഷണം നടത്തും. അദ്ദേഹം തന്നെ ഇവിടെ ദുആയ്ക്ക് നേതൃത്വം നൽകും. അല്ലാഹു
മാസത്തിൽ ഒരു തവണ ഖത്തം തീർക്കണം. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു ഇന്നി അജിദു ഖുവ, നമ്മൾ എന്താ പറയാ നബിയെ മാസത്തിൽ ഒരു തവണ, മാസത്തിൽ ഒരു ജുസ് ഒക്കെ ഓതാൻ നമ്മൾ പറയല്ലേ, മാസത്തിൽ ഒരു ജുസ് ഒക്കെ ഓതാൻ, ഒരു ഖത്തം നടക്കൂല നബിയെ. സഹാബാക്കൾ അങ്ങനെയല്ല പറഞ്ഞത്, ഇന്നി അജിദു ഖുവ, എനിക്ക് മാസത്തിൽ ഒന്നൊന്നല്ല ഇതിനേക്കാൾ കൂടുതൽ ഓതാൻ പറ്റും നബിയെ. ഫഖറഹു ഫീ 20 ലൈല, എന്നാൽ 30 ദിവസത്തിൽ ഒരു ഖത്തം വേണ്ട, 20 ദിവസത്തിൽ ഒരു ഖത്തം ഓതിക്കോ. 20 days, 20 ദിവസത്തിൽ ഒരു ഖത്തം. 20 ഒന്നൊന്നല്ല, ഇതിനേക്കാൾ 20 എനിക്ക് കൂടുതൽ ഓതാൻ പറ്റും. ഇന്നി അജിദു ഖുവ ഫഖറഹു ഫീ 15 ലൈല, എന്നാ പിന്നെ എല്ലാ 15 ദിവസത്തിലും ഒരു ഖത്തം, ഒരു മാസത്തിൽ 2 ഖത്തം തീർക്കണം, ഒരു മാസത്തിൽ 2 ഖത്തം തീർക്കണം. ഷാഫിഈ ഇമാം ഒരു ദിവസത്തിൽ 2 ഖത്തം തീർത്തിരുന്നു റമദാനിൽ, ഒരു ദിവസത്തിൽ 2 ഖത്തം, ഒരു റമദാനിൽ 60 ഖത്തം, അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ദിവസത്തിൽ 1 ഖത്തം. ഉസ്മാൻ തങ്ങൾ അങ്ങനെയായിരുന്നു, മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. നമ്മൾ ഖുർആനിനെ അവഗണിച്ചതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ അപജയത്തിന്റെ കാരണം. സത്യം നമ്മൾ മനസ്സിലാക്കണം, ഖുർആൻ നമ്മൾ അവഗണിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ആരും നിഷേധിക്കാൻ പറ്റാത്ത ഒരു വിഷയം. എല്ലാ മാസത്തിലും 10 തീർക്കുന്ന ആളുകളുണ്ട്, മാസത്തിൽ 10 തീർക്കുന്ന ആളുകളുണ്ട്. ആരില്ല? ആരില്ല? 5-8 മാസമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിയില്ലെന്നൊക്കെ വിചാരിച്ചാണ്, പ്രത്യേകിച്ച് തിരക്കൊക്കെ 5-8 മാസമായിട്ട് ഓതണം എന്നുള്ളൊരു വാശി കൊണ്ട് തുടങ്ങി. പക്ഷെ അത് ഇതുവരെ ഒരു മാസത്തിൽ 10 മുതൽ എളുപ്പമാണ്. നമ്മൾ വിചാരിക്കണം എന്തായാലും 2 മണിക്കൂർ നമ്മൾ ചെലവഴിച്ചാൽ ഒരു മാസത്തിൽ 10 നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ നീ എന്ത് ചെയ്യണം? 15 ദിവസത്തിൽ ഒരു മാസത്തിൽ 2 ഖത്തം ഓതി തീർക്കണം. അപ്പോൾ ഇന്നി അജിദു ഖുവ, എനിക്ക് അതൊന്നല്ല 15 ദിവസത്തിൽ 1 ഖത്തം എന്നല്ല, അതിനേക്കാളും കൂടുതൽ ഓതാൻ പറ്റും. ഫഖറഹു ഫീ 10, എന്നാ 10 ദിവസത്തിൽ 1 ഖത്തം, മാസത്തിൽ 3 ഖത്തം തീർക്കണം. നമ്മൾ ഒന്നോതാനാ പറഞ്ഞത്, ഇവര് ഒന്നൊന്നല്ല എനിക്ക് കൂടുതൽ ഓതാൻ പറ്റുന്ന പറഞ്ഞത്. നമ്മൾ ഒന്നോതാൻ പറയുമ്പോൾ ഒന്നര സ്ഥലത്ത് ജുസ് എനിക്ക് ഓതാൻ പറ്റുന്ന പറയും, കൊല്ലത്തിൽ 1 ഖത്തം തീർക്കാൻ നമ്മൾ പറയുന്നത്. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുല്ലച്ചതിയുടെ പരാജയത്തിന്റെ ഏറ്റവും നിദാനമായ കാരണം പരിശുദ്ധമായ ഖുർആൻ നമ്മൾ അവഗണിച്ചു എന്നത് തന്നെയാണ്. അതിന് യാതൊരു ഭരണം മാറുന്നത്, ഫാസിസ്റ്റുകളുടെ കയ്യിൽ ഭരണം വരുന്നത്, മുസ്ലിമീങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ നബർ വേണ്ടി ചെയ്തതാണ് പരാജയത്തിന്റെ കാരണം. പെണ്ണുങ്ങളെ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം, ആകെ റമദാനിൽ ഉത്സവത്തൊക്കെ പോലെ വിദ്യാർത്ഥി സ്റ്റുഡൻസിന് എന്ത് ഖുർആൻ ഓതിക്കൂടെ? എന്താ ഓതിയാൽ മഗ്‌രിബ് ശേഷം ഒരു 10 പേജ്, സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 10 പേജ്, 10 മിനിറ്റ് പോലെ 10 പേജ് ഓതാൻ. 10 മിനിറ്റ് മതി, നന്നായി ഓതുന്നതാണ്. മദ്രസയിൽ മര്യാദയ്ക്ക് പഠിച്ചാൽ 10 മിനിറ്റ് മതി. മദ്രസയിൽ പഠിക്കാതെ വായൊക്കെ അട്ടമൊക്കെ നടന്ന ആളാണെങ്കിൽ 1 മണിക്കൂർ ഒന്നും തീരും. പഠിക്കാൻ സമയത്ത് പഠിക്കാതെ നടന്നു ഓതണം. അപ്പോൾ ഒരാൾ സഹാബി പറഞ്ഞു ഫഖറഹു ഫീ 10 ദിവസത്തിൽ ഓതണം. നബിയോട് പറഞ്ഞു ഇന്നി ലഅജിദു ഖുവ, 10 ദിവസത്തിലല്ല അതിനേക്കാളും വേഗത്തിൽ ഒരു ഖത്തം തീർക്കാൻ പറ്റും. ഫഖറഹു ഫീ 7 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കണം. വലാ തസിദ് അലാ ദാലിക, 7 ദിവസത്തിനേക്കാൾ 7 ദിവസത്തിൽ 2 ഖത്തം തീർക്കണ്ട, ഒരു ഖത്തം തീർത്താൽ മതി. ഇനി ഒരു ദിവസത്തിൽ 10, 2 ദിവസത്തിൽ 10 അങ്ങനെ ഒന്നും തീർക്കണ്ട. അതങ്ങനെ നിങ്ങൾ പറയാൻ കാരണം പിന്നെ തജ്വീദിന്റെ നിയമം ശ്രദ്ധിക്കാതെ അർത്ഥം ആലോചിക്കാതെ ഇങ്ങനെ ഒറ്റ ഓട്ടം ഓടും. സൂപ്പർസോണിക് വിമാനം പോകുന്നത് പോലെ ഒറ്റ പോക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞത് തന്നെ ഒരുപാട് അർത്ഥമുള്ള വിഷയം. ഒരാഴ്ചയിൽ ഒരു ഖത്തം തീർത്താൽ മതി, ആഴ്ചയിൽ 1 കൂടുതൽ ഖത്തം തീർക്കണ്ട എന്നാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഹാബാക്കൾ തീർത്തിട്ടുണ്ട്. അവർക്ക് ഒരു ഖത്തം ഒരു ദിവസത്തിൽ ഓതുമ്പോഴും അർത്ഥം മനസ്സിലാക്കി തജ്വീദിന്റെ നിയമപ്രകാരം ഓതാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് അവർ ഓതി. പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾ ഒരാഴ്ചക്കുള്ളിൽ ഒരു ഖത്തം തീർക്കരുത് എന്ന് പറയാൻ കാരണം നമ്മൾക്ക് അതിന്റെ അർത്ഥം ആലോചിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കി തന്നെ ഓതാൻ ശ്രമിക്കണം. തജ്വീദിന്റെ നിയമം അനുസരിച്ച് തന്നെ ഓതാൻ പറ്റണം. ഒരു ഫാത്തിഹ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓതാം, അല്ലേ? നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നത് പോലെ അല്ലാതെ പതുക്കെ നമ്മൾ എങ്ങനെ ഓതാം? അപ്പൊ അർത്ഥം മനസ്സിലാക്കി തജ്വീദിന്റെ നിയമപ്രകാരം ഒരാൾ ഓതിയാൽ ഒരാൾക്ക് ഒരാഴ്ചയിൽ ഒരു ഖത്തം തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് മിനിമം ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കണം. ആഴ്ചയിൽ ഒരു ഖത്തം തീർക്കണം. സ്വഹാബികൾ പറഞ്ഞു നമ്മളെ പോലെയുള്ള ആളുകൾ മിനിമം ഒരു മാസത്തിലെങ്കിലും ഒരു ഖത്തം തീർക്കണം. റമദാൻ കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ മാസം നമ്മൾ ശീലിച്ച മറ്റൊരു പ്രത്യേകതയാണ് ഗീബത്ത്, നമീമത്ത് ഒക്കെ നമ്മൾ പലരും നിയന്ത്രിക്കാൻ ശ്രമിച്ചു.
വായിൽ നിന്ന് മറ്റുള്ളവന്റെ ഫിത്നയും ഫസാദും വരുമ്പോ നോമ്പുകാരനാണ്, ഞാനിത് ചെയ്യൂല, ഞാൻ നോമ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിന്നു. ഈ ഒരു മാറി നിൽക്കൽ, ഈ ഒരു നോമ്പുകാരനായതുകൊണ്ട് നമ്മൾ സ്വഭാവം നന്നാക്കി കണ്ണ് നിയന്ത്രിച്ച് പലരും ടൗണിൽ പോകുമ്പോ ഹറാമ് കാണാതെ എന്ത് ചെയ്തു, നോമ്പുകാരനാണല്ലോ, പെണ്ണിനെ കാണാൻ പാടില്ലല്ലോ, അന്യപുരുഷനെ കാണാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് കണ്ണ് ചിമ്മിയ ആളുണ്ട്, ചിമ്മാത്ത ആളുകളുണ്ട്. പ്രശ്നമൊന്നുമില്ല, കണ്ണ് ചിമ്മാത്ത ആളുകളുണ്ട്, അവരുടെ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണത്. ഹറാമ് കണ്ടാൽ നോമ്പ് നിയന്ത്രിക്കും, അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ കണ്ണ് നിയന്ത്രിക്കണം, നാവ് നിയന്ത്രിക്കണം. അപ്പൊ നമ്മളൊക്കെ നോമ്പിനെ നാവും ചെവിയും കണ്ണൊക്കെ നിയന്ത്രിച്ച ആളാണ്. അതേപോലെ റമദാൻ കഴിഞ്ഞിട്ട് തുടരാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അതേപോലെ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന വീഡിയോകൾ, മൊബൈൽ ഫോണിലൂടെ വരുന്ന വീഡിയോകൾ കാണാൻ പാടില്ലാത്തതുണ്ട്, കാണാൻ പാടുള്ളതുണ്ട്. പാടില്ലാത്തതൊക്കെ അത് നോക്കാതെ, അത് കാണാതെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു സന്മനസ് നമ്മൾക്ക് ഉണ്ടാവണം. അല്ലാഹു സ്വീകരിക്കുകയും അല്ലാഹു നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. പിന്നെ പ്രത്യേകമായി പരിശുദ്ധമായ റമദാനിന്റെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം, എല്ലാവരും ഭൂരിഭാഗം ആളുകളും സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ആളുകളാണ്. സക്കാത്ത് വാങ്ങുന്ന ആളുകൾ ഇതിന്റെ അവകാശിയാണ് ഭൂരിഭാഗം ആളുകൾ. ഒരു കുടുംബത്തിന്റെ ചെലവ് നിൽക്കാനുള്ള വീടുണ്ട്, പിന്നെ കടങ്ങളൊന്നുമില്ല, പിന്നെ വൈഫ്, ഭാര്യ നിർബന്ധമായിട്ടും ചെലവ് കൊടുക്കേണ്ട ആളുകളുടെ ചെലവ് കൊടുത്തിട്ട് വസ്ത്രം ഇതൊക്കെ വാങ്ങി എന്നിട്ട് ഒരാളുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന്, നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോ ഇവിടെ സക്കാത്ത് കൊടുക്കാൻ എല്ലാവരും മിക്കവാറും ആളുകൾ ബാധ്യസ്ഥരായി. കടമുണ്ടെന്ന് പറയാം, എനിക്ക് 10 ലക്ഷം കടമുണ്ട്, കുഴപ്പമില്ല. എന്റെ കയ്യിൽ 15 ലക്ഷത്തിന്റെ ഭൂമി, 20 ലക്ഷം കടമുണ്ട്, 50 ലക്ഷത്തിന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്. 50 ലക്ഷത്തിന്റെ വീട് ഒരാൾക്ക് താമസിക്കാൻ ആവശ്യമില്ലല്ലോ. 50 ലക്ഷത്തിന്റെ വീട്, 1 കോടിയുടെ വീടൊന്നും ആവശ്യമില്ലല്ലോ. ഒരാൾക്കിപ്പോ ഫാമിലി സൈഡിൽ താമസിക്കാൻ 10 ലക്ഷം കൊണ്ട് മനോഹരമായി വീടെടുക്കാൻ പറ്റും. അതുകൊണ്ട് കടങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാവാതിരിക്കില്ല. അവന് അവന്റെ സ്വത്ത്, അവന്റെ വരുമാനമൊക്കെ നോക്കിയിട്ട് കടം കൊടുക്കാൻ പറ്റുമെങ്കിൽ അവൻ നിർബന്ധമായിട്ട് സക്കാത്ത് കൊടുക്കണം. സക്കാത്തിന്റെ അവകാശികൾ നമ്മൾ മറ്റുള്ള സക്കാത്തിന്റെ അവകാശികളെ പോലെയുള്ള ആളുകൾ തന്നെ. അപ്പോ സക്കാത്ത് ഭൂരിഭാഗം ആളുകൾ എല്ലാവരും കൊടുക്കേണ്ടി വരും. 3.2 ലിറ്റർ എന്നാ പറയാ. അപ്പോ ഏകദേശം സൂക്ഷ്മമായ കണക്ക് 2600 കിലോഗ്രാം എന്ന് പറയും. എന്നൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2700 എന്ന് പറയും. നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന അറിയില്ല, നാടൻ സിസ്റ്റർ സീഷിയില്ല, 2600 എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതും കൊടുക്കുന്നത്. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൂടിയാൽ ഇഷ്ടമില്ലല്ലോ, കുറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. 2700 കൊടുക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് നിർബന്ധ. ഗർഭിണികൾക്ക് ഒരാളെ ചോദിച്ചു, ഗർഭിണി കൊടുക്കണം. നമ്മൾ പരിശുദ്ധമായ റമദാൻ ഇവിടെ പറഞ്ഞു, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ തുടക്കം, റമദാനിന്റെ അവസാനം പെരുന്നാളിന്റെ തുടക്കം, എന്നിട്ട് പെരുന്നാളിന്റെ പിറ്റേ ദിവസം വരെ പെരുന്നാൾ നിസ്കാരം വരെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് എല്ലാവർക്കും എന്ത് വേണം? ഫിത്ർ സക്കാത്ത് നിർബന്ധം. ഒരാൾ പ്രസവിച്ചു, റമദാനിന്റെ രാത്രി പ്രസവിച്ചു, ഇങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കണം. എന്നാൽ ഒരാള് റമദാനിന്റെ പെരുന്നാളിന്റെ രാത്രി മരിച്ചു, അവർക്ക് കൊടുക്കണം. പെരുന്നാളിന്റെ മുമ്പ് മരിച്ചു, ഇവർ കൊടുക്കേണ്ടതില്ല. അപ്പൊ റമദാനിന്റെ ആ മഗ്‌രിബ് നിസ്കാരം മുതൽ പെരുന്നാളിന്റെ ആ സമയം വരെ, പെരുന്നാൾ നിസ്കാരത്തിന്റെ ആ ഒരു നിസ്കാരം കഴിഞ്ഞ് ആ ഒരു സമയം വരെയുള്ള നമ്മുടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും എന്താണ്? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഭാര്യയുടെ കൊടുക്കേണ്ടത് ഭർത്താവാണ്. ഭാര്യയ്ക്ക് കൊടുക്കാൻ നിർബന്ധമില്ല, ഭർത്താവാണ് കൊടുക്കേണ്ടത്. ഇനി ഭർത്താവിന്റെ കയ്യിൽ കാശില്ല, ഭാര്യയുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് സുന്നത്താണ്. അപ്പോ ഫിത്ർ സക്കാത്ത് നേരത്തെ തന്നെ കൊടുക്കുക, പള്ളിക്ക് വരുന്നതിന് മുമ്പേ കൊടുക്കുക, പള്ളിക്ക് വരുന്നതിന് മുമ്പേ കൊടുക്കുക. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. പിന്നെ കുടുംബക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ബന്ധിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. ഇനി ആർക്ക് ബന്ധിപ്പിക്കുകയാണെങ്കിലും എന്താണ്? മഗ്‌രിബിന് ശേഷം ബന്ധിപ്പിക്കാതിരിക്കുക. കുടുംബക്കാർ കൊടുക്കൽ ഏറ്റവും അഫ്ളലായ രൂപം. നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അപ്പൊ എല്ലാവരും കൊടുക്കേണ്ടി വരും. എനിക്ക് പറഞ്ഞാൽ കൊടുക്കാതെ എക്സ്ക്യൂസ് പറയാൻ നോക്കണ്ട. എന്റെ വരുമാനം, എന്റെ ഭൂമി, എന്റെ സ്വത്ത്, എന്റെ വീട്ടതെല്ലാം നോക്കി എല്ലാവരും കൊടുക്കുക. 2600 ഞാൻ കൊടുക്കാൻ വേണ്ടി ചിലവൊന്നുമില്ലല്ലോ, അത് കൊടുക്കുക. കൊടുത്തില്ലെങ്കിൽ എങ്ങാനും അള്ളാഹുവിന്റെ ആ ഒരു അള്ളാഹു ശിക്ഷിക്കുന്ന സക്കാത്ത് കൊടുക്കാത്ത കാലത്തിൽ വിട്ടുപോയാൽ നമ്മുടെ കാര്യം പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ പ്രവർത്തനം ചെയ്യാം. ഇതേപോലെ റമദാനാണ്, പെരുന്നാളാണ് വരാൻ പോകുന്നത്. റമദാൻ ഏറ്റവും പ്രധാനമായി റമദാൻ സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നല്ല സ്വഭാവമാണ്. കുടുംബബന്ധം തെറ്റി നിൽക്കുന്ന ആളുകൾ, പിണങ്ങി നിൽക്കുന്ന ആളുകൾ, മാതാപിതാക്കളോട്, അതേപോലെ ചങ്ങാതിമാരോട്, അയൽവാസികളോടൊക്കെ പിണങ്ങിയോ തെറ്റിയോ നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ആ കിബറൊന്ന് മാറ്റിവെക്കുക, അഹങ്കാരം ഒന്ന് മാറ്റിവെക്കുക.
നമ്മുടെ അഹങ്കാരമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. 2 മണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ കിടക്കൂലെന്നാണ്. എന്തെങ്കിലും ഒരു 2 മണി തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ, അഹങ്കാരമുള്ളത് കൊണ്ടാണ് ഒരാളുടെ എനിക്ക് പൊരുത്തപ്പെട്ടതാക്കണമെന്ന് പറയാൻ നമുക്ക് പറ്റാത്തത്. ചുടിച്ചു നിൽക്കുന്ന ആളുകൾ, പിണഞ്ഞു നിൽക്കുന്ന ആളുകൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റാത്ത അഹങ്കാരം കൊണ്ടാണ്. ഭാര്യയെ ഒരുപാട് ചീത്ത പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഭാര്യയോട് എനിക്ക് മാപ്പ് തരണേ, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ, ഞാൻ ചീത്ത പറഞ്ഞ് പോയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റാത്തത് അഹങ്കാരം കൊണ്ടാണ്. അപ്പൊ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാഹു സ്വർഗത്തിൽ കിടത്തുകയില്ല. അപ്പൊ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നമ്മളൊരു അടിമയാണ്. ആ ഒരു ബോധം ഉണ്ടായി എല്ലാവർക്കും മാപ്പ് നൽകി നിങ്ങൾ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് മാപ്പ് നൽകണം. നിങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് നൽകണം എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ ജനങ്ങൾക്കെല്ലാം മാപ്പ് നൽകി തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് സലാം എന്ന് സംസാരിച്ച് പരിശുദ്ധമായ പെരുന്നാളിനെ സ്വീകാര്യമായ റമദാനായി ഇവിടെ പറഞ്ഞ് പെരുന്നാളിൽ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെരുന്നാളിനൊക്കെ പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരുന്ന ആളുകളുണ്ടാകും. ഈ മൂത്രമൊഴിക്കുന്ന കുട്ടികൾ, ജനങ്ങൾക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കുട്ടികളെ പള്ളിക്ക് കൊണ്ടുവരാതിരിക്കണം നല്ലത്. തമ്മീസെത്താത്ത കുട്ടികൾ, വകതിരിവില്ലാത്ത കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളൊന്നും പെരുന്നാളിന് വരുമ്പോൾ കൊണ്ടുവരാതിരിക്കാറുണ്ട്. തമ്മീസൊക്കെ എത്തി 7 വയസ്സ് ആകുമ്പോൾ 5-6 വയസ്സാകുമ്പോൾ തമ്മീസെത്താൻ പള്ളി ടോയ്ലറ്റ് അല്ല എന്നൊരു കുട്ടിക്ക് എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അതിന് ശേഷം കൊണ്ടുവരും. പള്ളി ടോയ്ലറ്റ് അല്ല എന്നൊരു ബോധം എപ്പോഴാണ് കുട്ടിക്ക്? 2 വയസ്സുള്ള കുട്ടിക്ക് 3 വയസ്സുള്ള കുട്ടിക്കൊന്നും പള്ളി ടോയ്ലറ്റ് ആണോ അല്ലെന്ന് കുട്ടിക്ക് അറിയില്ല. കുട്ടിക്ക് ഒക്കെ ടോയ്ലറ്റ് തന്നെയാണ്. അപ്പോ അങ്ങനെ തമ്മീസെത്താത്ത, വക്കതരിവെത്താത്ത കുട്ടികളെ പള്ളിക്ക് കൊണ്ടുവരുന്നത് ഒന്ന് സൂക്ഷിക്കുക. കാരണം അതിന് പക്ഷെ പള്ളിയിൽ മൂത്രമൊഴിച്ചേക്കാം, ഒരുപക്ഷെ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നേക്കാം, നിസ്കാരത്തിന്റെ കോൺസെൻട്രേഷൻ ഒക്കെ തെറ്റാനും സാധ്യതയുണ്ട്. വക്കതരിവെത്തിയ കുട്ടികളെ ചെയ്യാൻ കൊണ്ടുവരാൻ ഏതായാലും വിഷയങ്ങളിലൊക്കെ പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കഴിഞ്ഞ വർഷം ഇവിടെ ദർസ് നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ കാണുക സൗകര്യം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് കടന്നുള്ള പരിശുദ്ധമായ റമദാൻ പെരുന്നാൾ ദിവസം 8:30 നിസ്കാരം ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. രൂപയോളം നമ്മുടെ മതക്കാരുടെ വിഷയത്തിലൂടെ റെഡിയായിട്ടുണ്ട്. മുസ്ലിമിൻ്റെ 21,000 രൂപയാണ്. പിന്നെ പിരിച്ച് ഒരാളുകൾക്ക് സമയത്തൊക്കെ ബന്ധപ്പെട്ട 50,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി ഏകദേശം 75,000 രൂപത്തോളം ഇവിടെ ആയിട്ടുണ്ട്. 25,000 കൂടി എല്ലാവരും കൂടി ആക്കി കൊടുത്തു. ലക്ഷം കൊടുക്കുകയൊന്നും ചെയ്യട്ടെ. 25,000 കൊടുക്കാൻ 25,000 ആൾ 25 ആൾ 1000 കൂട്ടിയാൽ മതി. 50,000 ആൾ സ്ത്രീകളുടെ ഭാഗത്ത്, പെണ്ണുങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 500 കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നൽകട്ടെ. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്ത പരിശുദ്ധമായ റമദാൻ വിടപറയാണ്. സ്വീകാര്യമായ റമദാനാക്കി അല്ലാഹു നമ്മുടെ റമദാനിനെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അൽ-ഫാത്തിഹ. സഹോദരന്മാർക്ക് ശ്രദ്ധിക്കുക. റമദാൻ വിട പറയാണ്. നാളെയാണ് റമദാനിൻ്റെ അവസാനമായി നിങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ടൊന്ന് ഒരുമിച്ച് കൂടാനുള്ള അവസരം. നാളെ വരുമ്പോൾ നമ്മുടെ പേര് നേരത്തെ പറഞ്ഞതുപോലെ സഹോദരി ഒരു പവൻ സ്വർണം ഏറ്റെടുക്കണമെന്ന രീതിയിൽ ശുദ്ധമായ റമദാനിൽ ത്തിന് വേണ്ടി എല്ലാവരും കൊണ്ടുവരിക. റമദാൻ കഴിയുമ്പോൾ പിന്നെ ഇത്ര പ്രതിഫലം കിട്ടൂല. എല്ലാവരും നാളെ തങ്ങളെ കുറിച്ച് വായിച്ചു ശുദ്ധമായ റമദാൻ കഴിഞ്ഞ ഉടനെ പിന്നെ ഇതിൻ്റെ പണി തുടങ്ങും. മദ്രസയുടെ ഔദ്യോഗിക പണി
മരിച്ചുപോയ ആളുകളുടെ കബറിടം അല്ലാഹു സ്വർഗ്ഗീയമാക്കി കൊടുക്കട്ടെ, കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഊസിക്കും ബിദ്ദുആ. ജസാക്കുമുല്ലാഹു ഖൈർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم بعد القبول منا إلى حضرة رسول الله صلى الله عليه وسلم وإلى حضرات أرواح آبائنا وأمهاتنا وعلمائنا وأصدقائنا وإلى حضرات من دفن حول أهل المسجد خاصة. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار. പിന്നെ മംഗലാപുരത്ത് സീരിയസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സഹോദരൻ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു പൂർണ്ണമായി ശിഫ നൽകട്ടെ. അതേപോലെ ഒരു സുഹൃത്തിന്റെ ഉമ്മ കാഞ്ഞങ്ങാട്ടുകാരി വളരെ സീരിയസ് ആയ ഡോക്ടർമാർ കൈയൊഴിഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലിൽ പൂർണ്ണമായി ശിഫ നൽകട്ടെ.